പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും കൊടുക്കുന്ന സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ
കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏല കൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവരും, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിൻ്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരള സഭാ ചരിത്രത്തിലെ രസകരമായ ചില അധ്യായങ്ങളുണ്ട്. 1870 മുമ്പ് ഈ ബെർണാഡ് ബെച്ച്നെല്ലി പിതാവ് വരാപ്പുഴ വികാരിയാത്ത് ഭരിക്കുന്നതിന് മുമ്പ് ഒരു പിതാവ് ഭരിച്ചിരുന്നു. അതായത് 1830-31 കാലഘട്ടത്തിലെ ഒരു പിതാവ് ഭരിച്ചിരുന്നു. അതായത് അദ്ദേഹം ആണ് ബിഷപ്പ് സ്റ്റബിലീനി. ഈ സ്റ്റബിലീനി എത്താതിന് മുമ്പ് ഈ 27, കാരണം ഈ കാലഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ കേരള സഭയിൽ സിമിത്തേരിയൊക്കെ പണിയണത് 1870 തൊട്ടാണ്. ആ കുറേ നല്ല ഭക്ത കൃത്യങ്ങളും പരസ്യ പ്രവർത്തികളുടെ പുതിയ അധ്യായങ്ങളുണ്ടായിരുന്നു. ഇനി ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ട സമയത്തെ പെട്ടെന്ന് ഒരു പിതാവിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് ഒരു പിതാവ് എൻ്റെ കാലത്ത് നമ്മളെ കത്തോലിക്ക സഭയിൽ തന്നെ കുമ്പസാരിക്കണമെങ്കിൽ പൈസ കൊടുക്കണമായിരുന്നു. അത് നമ്മൾ പൈസ കൊടുക്കുന്നത് 2 അണ 4 അണയൊക്കെ കൊടുക്കുന്നത്. അക്കമ്മ പറഞ്ഞത് 4 അണ. ഒന്ന് കുമ്പസാരിക്കുമ്പോൾ ഇങ്ങനെ കുമ്പസാരിച്ച് പാപമോചനം ശ്രമിക്കുമ്പോൾ ആ അച്ഛൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി നമ്മൾ 2 അണ അല്ലെങ്കിൽ 4 അണ അല്ലെങ്കിൽ 1 അണ കൊടുക്കും. അപ്പോൾ ഈ ഒരു പിതാവ്, ബെച്ച്നെല്ലി പിതാവിനേക്കാൾ മുമ്പ് ഒരു പിതാവ് വന്നായിരുന്നു. അങ്ങേര് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് 4 അണ പോലും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അത് സഭയുടെ പഴയ കാലമൊന്ന് ചിന്തിക്കണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് കുമ്പസാരിക്കണേന് അച്ഛൻ കുമ്പസാരി കഴിയുമ്പോൾ നമ്മൾ 2 നാഴി അല്ലെങ്കിൽ 4 അരി കൊടുക്കും അച്ഛൻ. അതൊരു കാലം അത് ചിന്തിച്ചേക്കേ. അതെന്താ വെച്ചാൽ അത് പണ്ട് ഈ ബാർട്ടർ സിസ്റ്റം എന്നും പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. എനിക്കറിയാമല്ലോ അല്ലേ. നാണയമൊക്കെ കണ്ടുപിടിക്കണ മുമ്പും ആൾക്കാരുടെ ഈ നാണയമൊക്കെ എത്തിച്ചേരണ മുമ്പ് ആൾക്കാരെ ചെയ്യണത് നമ്മളിപ്പോൾ വസ്തു കൊടുത്ത് വസ്തു വാങ്ങും. വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കിഴങ്ങ്, ചെമ്പ്, അതുപോലെ തന്നെ കാച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മീനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചന്തയിൽ കൊണ്ടുപോകും. ചന്തയിൽ കൊണ്ടുപോയിട്ട് ഈ കാച്ചിൽ മീൻ തരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കാച്ചിൽ ആവശ്യമുള്ളവരുണ്ടാവും. അവർക്ക് കാച്ചിൽ കൊടുത്തിട്ട് മീൻ വാങ്ങിക്കും. അതിനാണ് വസ്തു കൊടുത്തിട്ട് വസ്തു വാങ്ങിക്കണം, ബാർട്ടർ സിസ്റ്റം. ചില സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതവും ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ് ചില ആൾക്കാർ കൈകാര്യം ചെയ്യണത്. നമ്മളൊരു ലോഡ് സ്വർഗസ്വനായ പിതാവ് കയറ്റി അയക്കും. എന്നിട്ട് നമ്മളെ മാളെ കെട്ടിച്ചെടുക്കും, വസ്തു വിറ്റെടുക്കും. ഇങ്ങനെ ദൈവത്തിനൊരു വസ്തു കൊടുത്തിട്ട് നമ്മൾ വേറൊരു വസ്തു എടുക്കണ രൂപത്തിൽ. കാര്യം ഈ ഒരു ബന്ധമൊന്നും അധികകാലം നീണ്ടു നിൽക്കത്തില്ല, ദൈവമായിട്ട് പറ്റത്തില്ല. ഒന്നാമത്തേൽ ഈ അമേരിക്കയിലോട് ചെമ്മീൻ വിടണ പോലുള്ള പരിപാടിയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളത്. അമേരിക്കയിലോട് ചെമ്മീൻ കയറ്റി വിടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവർ അത് റിജക്റ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ മനുഷ്യന്മാർ വരെ ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മളെ കയറ്റി വിടുന്ന ജപമാലയും അല്ലെങ്കിൽ സ്തുതിപ്പും ആരാധനയും ഒക്കെ ദൈവം ഈ കയറ്റി വിടുന്നത് ദൈവം
ബാക്ടീരിയ ആണെന്നും പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അതെന്താ കാര്യം? നമ്മുടെ വെറുപ്പ്, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ഇതൊക്കെ ബാക്ടീരിയ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ എന്നല്ലേ ഇത് പോണത്, ആ ബാക്ടീരിയ അതിനകത്ത് കയറും. അതുകൊണ്ടാണ് ഭജനം പറയണത്, ബാക്ടീരിയ പ്രാർത്ഥന കയറിയ ആ പ്രാർത്ഥന മൊത്തം റിജക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഭജനം പറയണത്, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എബ്രായർ 12:14. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി അതിനകത്ത് ബാക്ടീരിയ, വെറുപ്പിൻ്റെയും ദ്വേഷത്തിൻ്റെയും ഒക്കെ ബാക്ടീരിയ കയറാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം ദൈവം അക്സെപ്റ്റ് ചെയ്യും. നമ്മളെ കൃപ കൊണ്ട് നമ്മളെ വിശ്വാസം വളർത്തുകയും നിലനിർത്തുകയും ചെയ്യും. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ പുണ്യഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ സാക്ഷ്യം പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ അനുവദിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് എൻ്റെ 7ാമത്തെ സാക്ഷ്യമാണ് നമ്മുടെ അൾത്താരയിൽ. എൻ്റെ പേര് ഡോക്ടർ ശീതൽ. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി സിൽവർ ഗ്രേ ആണ് എനിക്കിപ്പോൾ ഉള്ളത്. 19 പ്രാവശ്യം എനിക്ക് ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാൻ ദൈവം അനുവദിച്ചു. അത് എൻ്റെ യോഗ്യതയാലൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ദയ കൊണ്ട് മാത്രമാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു അത്ഭുതമായൊരു കഥ. കാരണം എന്താ വെച്ചാൽ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുഞ്ഞുമക്കളെ നോക്കാൻ എന്നെ സഹായിക്കാൻ വന്നൊരു കുഞ്ഞ്, അവളെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ നിന്ന് അയച്ചു. ആ കുഞ്ഞാണ് സരള എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടി. അവൾ കല്യാണം കഴിച്ച് തമിഴ്നാട്ടിലുള്ള കൊച്ചാണ്. അവൾ പോയി തമിഴ്നാട്ടിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ കോണ്ടാക്ട്സ് ഒന്നുമില്ല. പണ്ടൊന്നും മൊബൈൽ ഫോൺസ് ഒന്നുമില്ല, അപ്പം നമ്പറുകളൊന്നുമില്ല. അവളുടെ കല്യാണവും കുഞ്ഞുമക്കളുമായിട്ട് അവിടെ ജീവിച്ചു. പിന്നീട് 13 വർഷങ്ങൾക്ക് ശേഷം അവൾ എൻ്റെ നമ്പർ കിട്ടുകയും അവൾ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. അതൊരു മിറാക്കിളാണ്. 13 വർഷം കഴിഞ്ഞ് ഒരു വ്യക്തി നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ്. അതിൽ യാതൊരു അത്ഭുതം അല്ലാതെ വേറെ ഒന്നുമില്ല. പരിശുദ്ധ അമ്മ അവളെ തിരിച്ച് വിളിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന വലിയ സത്യം. അവൾ വന്നു, അവൾ എന്നോട് പറഞ്ഞു അവളുടെ മകന് വയ്യാതെ ഇരിക്കുമായിരുന്നു, യൂറിനറി ബ്ലാഡർ സിസ്റ്റ് ആയിരുന്നു. അത് സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരു മാസം ചേച്ചിയുടെ അടുത്ത് വന്നൊന്ന് നിൽക്കണം. അവളുടെ ബുദ്ധിമുട്ടുകളോ അവളുടെ പ്രശ്നങ്ങളോ ഒന്നും എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും 13 വർഷം കഴിഞ്ഞൊരു കുഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മുടെ കൂടെ വരിക, നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കാനെന്ന് പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. കാരണം എൻ്റെ ഡാഡിയും മമ്മിയൊക്കെ മരിച്ചു പോയിരുന്നു. മമ്മിയുടെ ഒപ്പമായിരുന്നു അതിനുശേഷം അവൾ നിന്നിരുന്നത്. അമ്മ മരിച്ചു പോയപ്പോഴും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ബിക്കോസ് ഇൻഫർമേഷൻസ് ഒന്നുമില്ല, ന്യൂസ് അവിടെ അവർക്ക് എത്തിപ്പെടാനോ അറിയാനോ ഒന്നും ഒരു വഴിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് പഠിപ്പിച്ച ജപമാല പ്രാർത്ഥന അവളുടെ കരങ്ങളിൽ, അതായിരുന്നു അവളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, എൻ്റെ അമ്മ പഠിപ്പിച്ച ജപമാല. അപ്പോൾ ആ ജപമാല മണികൾ അവൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായി. അവൾ തിരിച്ചു വന്നു എൻ്റെ ഭവനത്തിൽ ഇങ്ങനെ അഡ്രസ്സ് കൊടുത്തപ്പം. എന്നിട്ട് ഒരു മാസം എൻ്റെ ഒപ്പം നിന്നു. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ, അപ്പം ഞാൻ ഉടമ്പടി ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പ്രാർത്ഥന മുഴുവൻ അവൾ കണ്ടു. അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുടുംബ പ്രാർത്ഥനയിൽ അവൾ ജപമാല മണി തുടങ്ങി. ആദ്യമായിട്ട് 13 വർഷം കഴിഞ്ഞു പോയൊരു കുഞ്ഞിന് ജപമാല മറക്കാതെ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ജപമാല ചെല്ലാൻ ദൈവം അനുവദിച്ചു. ഇതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ അത്ഭുതമല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഡോക്ടർ എന്ന നിലയ്ക്ക് സയൻസ് ഒന്നുമല്ലെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. 13 ഇയേഴ്സ് കഴിഞ്ഞാലും ഒരാൾ ആ ജപമാല, ഒരു ഹിന്ദു ആൻഡ് ഓൾസോ ഷീസ് എ തമിലിയൻ, അങ്ങനെ ഒരു കൊച്ച് 13 വർഷം മലയാളമേ സംസാരിക്കാതെ തിരിച്ചു വന്ന ജപമാല മണികൾ പറയാൻ സാധിക്കുക പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹവും എന്താ പറയുക കർത്താവിൻ്റെ വലിയ ദാനമാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. ഇവളുടെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്ക് വലിയ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഒരു മാസം കഴിഞ്ഞ് അവൾ തിരിച്ചു പോവുകയാണ്, നമ്മുടെ വീട്ടിൽ വന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നന്ദിയുണ്ട് എന്നെ ഒരു മാസം എൻ്റെ ചേച്ചിയുടെ ഒപ്പം വന്ന് നിൽക്കാൻ പറ്റണേന്നുള്ള. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മയും ഈശോയുണ്ട്, അല്ലാണ്ട് വേറെ സമ്പത്തായിട്ട് എനിക്കില്ല. എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് 4 ലോക്കറ്റ്, അവൾക്ക് വീടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം 4
കോണുകളിലും വീടിൻ്റെ വെക്കാനായിട്ട് 4 ലോക്കറ്റ് നിൻ്റെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ പരിശുദ്ധ അമ്മയുടെ കൃപാസനം പ്രസാദപര മാതാവിൻ്റെ ലോക്കറ്റ് 4 എണ്ണം കൊടുക്കുന്നു. അതല്ലാതെ എനിക്ക് ഫോട്ടോ ആയിട്ട് കൊടുക്കാൻ അവളുടെ കയ്യിലില്ല. അപ്പം നമ്മുടെ കൃപാസനത്തിൻ്റെ പത്രം ഒക്ടോബർ മാസത്തിൽ 2024 എല്ലാ വർഷവും നമുക്ക് മാതാവിൻ്റെ ഫോട്ടോ ഉള്ളതാണ്. ഒക്ടോബർ മാസത്തിൽ ജപമാല റാലി ഉള്ളത് കൊണ്ടുള്ള ഫോട്ടോ ഉള്ള പത്രത്തിൻ്റെ ആദ്യ പേജ് ഞാൻ ഇവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അപ്പോഴും ഇവളുടെ വീടിൻ്റെ സിറ്റുവേഷനോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവളുടെ ബുദ്ധിമുട്ടുകളൊന്നും എന്നോട് ഇതുവരെ പറയാതെ എന്നെ കാണാൻ വേണ്ടി മാത്രം. സ്നേഹത്തിന് ഭയങ്കര അർത്ഥമുണ്ടെന്ന് ദൈവം ഇന്നും നമ്മുടെ വചനത്തിലൂടെ പറഞ്ഞു. ദൈവം സ്നേഹമാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതിർത്തി വിട്ട സ്നേഹത്തിലും ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ആ സ്നേഹബന്ധങ്ങളിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ. അവിടെ വ്യക്തികളുടെ സ്റ്റാൻഡേർഡോ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ദൈവം സ്നേഹമാണ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ തിരിച്ചു പോയി ഉപ്പും കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ പോയി അവളുടെ ചുമര് പിന്നീടാണ് അറിയുന്നത്. അവൾക്ക് ചുമരൊക്കെ വളരെ ചെറിയൊരു ചുമര് മാത്രമേ ഉള്ളൂ. ആ ചുമരുമേൽ അവൾ നമ്മുടെ മാതാവിനെ, കൃപാസനം പ്രസാദപര മാതാവിനെ വെച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അവളവിടെ ലോക്കറ്റ് വെച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള കൊച്ച് പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു മോൾക്ക് എന്നെ സഹായിക്കാൻ വരാൻ സാധിക്കുമോ എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ അപ്പോഴും വീടിനെ കുറിച്ചൊന്നും അവൾ പറയുന്നില്ല. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കുഞ്ഞുമക്കളെയൊക്കെ മദർ ഇൻ ലോൻ്റെ അടുത്ത് ആക്കി, ഭർത്താവുണ്ട്, 3 മക്കളും ഉണ്ട് അവൾക്ക്. അവരെയൊക്കെ ഓരോ സ്ഥലത്ത് ആക്കിയിട്ടാണ് ഞാൻ വിളിച്ചപ്പോൾ അവൾ തിരിച്ചു വന്നത്. അപ്പോഴും അവളുടെ ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നില്ല. അതാണ് അവളുടെ ആ ഭംഗി, ആ മനസ്സിൻ്റെ സൗന്ദര്യവും. ഇപ്പോൾ ഈ ലോകത്തെ എല്ലാം ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് അവളൊരു എക്സാമ്പിളാണ്. അവൾ പരിശുദ്ധ അമ്മയുടെ ആയിത്തീരണം എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് അവൾ തിരിച്ചു വന്നു കഴിഞ്ഞ് എനിക്ക് മാതാവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജൂലൈ 26 എനിക്ക് തോന്നുകയാണ് ഇവളുടെ വീടൊന്ന് കാണണം. അപ്പോൾ ഇവൾക്ക് വീഡിയോ ഒന്നുമില്ല, വീഡിയോനുള്ള ഫോണൊന്നുമല്ല, ടച്ച് ഫോണാണ്. അപ്പോൾ അടുത്തുള്ള വീട്ടിലൊരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഈ വീടിൻ്റെ വീഡിയോ ആണ്, ഫോട്ടോ പോലും അല്ല, വീഡിയോ എടുത്തു എനിക്ക് അയച്ചു. അത് കണ്ടപ്പോഴെനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്ത്രീ 2 കുഞ്ഞുമക്കളുമായിട്ട് നിൽക്കുമ്പോൾ മഴ പെയ്യുന്ന കോരി ചൊരിയുന്ന ഒരു വീട്ടിൽ 2 സൈഡിലും വാതിലുകളില്ലാതെ ഒരു വ്യക്തി ജീവിക്കുകയാണ്. എന്നിട്ടും ആ കുറവുകൾ പറയുന്നില്ല. എന്നിട്ട് അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് അടച്ചുറപ്പുള്ള മുറി ഉള്ള ഒരു ഭവനം ഒരു സ്ത്രീക്ക് ആവശ്യമാണ്, പ്രത്യേകിച്ച് ചെറുപ്പമായിട്ടുള്ള പെൺകുട്ടികൾക്ക്. അതെൻ്റെ അമ്മ കൊടുക്കണം, അല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു അവിടെ വെച്ച്. അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ വിചാരിച്ചിട്ട് പോലും ഇല്ല ആ ഭവനം. അത് ഒരിക്കലും പരിശുദ്ധ അമ്മ അത് നടത്തി. 3 മാസം ഉടമ്പടിയുടെ 3 മാസത്തിൻ്റെ ടൈം തന്നെയാണ്. അതിൽ അമ്മയുടെ സിഗ്നേച്ചറുണ്ട്. സെപ്റ്റംബർ 3 മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് അവൾക്ക് ഒരു ഭവനം പരിശുദ്ധ അമ്മ നൽകി കൊടുത്തു. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. അത് ബാക്കി അവൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് പറയും. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഭവനത്തിൽ അവൾ പാല് കാച്ചാൻ പോവുകയാണ് പൊങ്കലിനെ. ഇപ്പോൾ പോകുമ്പോൾ തിരിച്ചു വരില്ല, അത് തമ്പുരാൻ്റെ കരങ്ങളിലാണ് വരുന്ന കാര്യമൊക്കെ. കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, പൊങ്കലിന് പോണേങ്കാട്ടി മുമ്പ് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ അവൾ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവളിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലും ഈശോയെ മഹത്വപ്പെടുത്താനും ദൈവം ഇവിടെ തിരഞ്ഞെടുത്ത ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അവളുടെ കുഞ്ഞുമക്കളിൽ ഒരാൾ ഇപ്പോൾ പറയുന്നത് മാതാവിൻ്റെ ഉപ്പ് വേണമെന്നാണ്. അതുപോലെ തന്നെ അവൻ തന്നെ അവിടുത്തെ എല്ലാവരുടെ അടുത്തും പറയാം മാതാവിൻ്റെ ഉപ്പ്. അവിടെ മേരിയമ്മ എന്നാണ് പറയുന്നത്. മേരിയമ്മയുടെ ഉപ്പുണ്ടെങ്കിൽ നമുക്ക് എല്ലാ അസുഖങ്ങളും മാറും, നമുക്ക് വീട് കിട്ടും. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പം മേരിയമ്മയുടെ ഉപ്പാണ് അവിടെ ചോദിച്ചു വാങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കൃപാസനത്തിലെ മാതാവ് ഒരു ചെറിയ ഒരു വില്ലേജിലോട്ട് പോയിട്ട് അവിടെ നടത്തിയ അത്ഭുതമാണിത് പറയുന്നത്. വേറെ ഒന്നുമല്ല, പരിശുദ്ധ അമ്മയ്ക്ക് ദർ ആർ നോ ബൗണ്ടറീസ് ഇല്ല. ദേശം താണ്ടി ഓരോ ചെറിയ വില്ലേജസിലേക്കും എത്തിപ്പെട്ട് അവരുടെ വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കുന്ന യേശുവിനെ എത്തിക്കുന്ന ഒരു വലിയ ദൗത്യം ഈ കുഞ്ഞിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ ഈശോയും അവിടെ എത്തിക്കുവാൻ അവളും ഇനി അതിൽ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അവളെ ശക്തീകരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ പ്രസൻസാണ്.
പലതവണ ഇവിടെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഇപ്രാവശ്യം ഞാൻ നവംബറിൽ സൗദിയിൽ പോയേക്കായിരുന്നു, ഹസ്ബൻഡ് അവിടെയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബർ 8 2025 റെയിൻബോ കണ്ടത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ 13 എനിക്ക് അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യണം. കുറേ നാളെ എൻ്റെ അമ്മേനെ എനിക്ക് മഴവില്ലായിട്ട് എൻ്റെ അമ്മേൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ എങ്ങനെയാണ് മഴവില്ല് വരുന്നത്? മരുഭൂമിയിൽ മഴവില്ല് വരാൻ സാധിക്കില്ലല്ലോ. അപ്പം ഞാനിവിടെ ഒരു ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു. സിന്ധുവിൻ്റെ മക്കളുടെയും സാക്ഷ്യത്തിൽ ആ കുട്ടിയും കുവൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ ആ കുട്ടിക്കും ഈ മാതാവിൻ്റെ സാന്നിധ്യം റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ പോലെ വരുമായിരുന്നു. മരുഭൂമിയിൽ നമുക്ക് മഴവില്ല് പോലെ വരാനുള്ള വെള്ളമില്ലല്ലോ, അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ പോലെ വന്നിരുന്നു. ഒരു ദിവസം ഞാനും ഹസ്ബൻഡും ഞങ്ങൾ അൽഹസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ആ വ്യത്യാസം അനുഭവിക്കാൻ അറിയാം. പ്രാർത്ഥനയിലും ഉടമ്പടിയിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാന സൗദിയിലില്ല, പക്ഷേ എന്നും ഞാൻ ഓൺലൈനിലേ കാണാൻ പറ്റുള്ളൂ. അതേ ഉള്ളൂ അവിടെ ഒരു ഓപ്ഷൻ. അപ്പോൾ എന്നും കുർബാന ഓൺലൈനിൽ കണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കാരണം എന്തുണ്ടെങ്കിലും ഞാൻ പരിശുദ്ധ അമ്മ ഈശോയെ എത്തിക്കാനുള്ള ആ ഒരു മിഷൻ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അത് എനിക്ക് പറ്റുന്നത്ര ആത്മാർത്ഥയോടെ ചെയ്യാൻ ദൈവം എന്നെ അനുവദിക്കണേ. ഇനിയും എനിക്ക് അമ്മയുടെ മിഷൻ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് അനുഗ്രഹവും ഭാഗ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാനൊരു ദിവസം പുറത്തേക്ക് പോയപ്പം എനിക്ക് അവിടെ സൗദിയിൽ ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എനിക്കിങ്ങനെ മഴവില്ലിൻ്റെ പ്രസൻസാണ് അവിടെ, റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ. അപ്പോൾ അമ്മയ്ക്ക് എന്ത് സാധിക്കും? അമ്മ എവിടെയുണ്ട്? ഉടമ്പടി എടുത്ത എല്ലാ മക്കളുടെ കൂടെയും മരുഭൂമിയിലായാലും ഈ ഭൂമിയിലെ ഏത് അതിർത്തിയിലാണെങ്കിലും അമ്മയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഞങ്ങളുടെ ഈ കുഞ്ഞിന് തന്നെ ഈ വെളിച്ചെണ്ണ വീണിട്ട് കയ്യിൽ ഇങ്ങനെ കുമിള പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ചൊറിച്ചിലും വേദനയായിരുന്നു. മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞ് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊള്ളുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ എരിയുന്ന അനുഭവമാണ്. ഇവൾക്ക് തണുക്കുന്ന അനുഭവം. അത് അവൾ തന്നെ അത് പറയും. പിന്നെ അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവൾ നന്ദി പറയും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. ഇതിൽ കാണുന്ന ഒരു കാര്യം സങ്കീർത്തനം 145:16 അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ദൈവത്തിനെ ഒരുപാട് മഹത്വപ്പെടുത്തി ഈ നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ കൂടെയുള്ള കൊച്ചു സാറുള്ള അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയും. അറിയില്ല, ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേക്കണത്. വീട് കിട്ടിയതിന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് മാതാവിൻ്റെ അടുത്ത്. ഞാൻ വീടില്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ അമ്മ, നിനക്ക് ഞാനത് തരുന്നു, നീ എൻ്റെ വീട്ടിൽ കൊണ്ടുപോക്കോ, ഉപ്പിടുന്ന് പറഞ്ഞു. ചേച്ചി തന്നപ്പോൾ ഞാൻ വെറുതെയാണ് അത് കൊണ്ടുപോയത്. ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് മാതാവിൻ്റെ 4 ലോക്കറ്റ് 4 മൂലയിൽ വെച്ചിട്ട് ഉപ്പിട്ടു. പ്രാർത്ഥിച്ചൊന്നുമില്ല, വെറുതെ ഇട്ടത്. ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ വന്നു. ചേച്ചി പറഞ്ഞു, ആദ്യമായിട്ട് വരുമ്പോൾ ഈ അമ്മയുടെ ഫോട്ടോ ചേച്ചിയുടെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കയറാൻ. ആ പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞൂടെ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും തന്നു. ഒരു ചെറിയ വീട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ച് ഞാൻ കഷ്ടപ്പെട്ടതിന് മാതാവ് ഇപ്പം എനിക്ക് ഏറ്റവും വലിയ വീട്, ഏറ്റവും വലിയ ഗിഫ്റ്റാണ് തന്നേക്കണം. അതിനെ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഉടമ്പടിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി 2 പ്രാവശ്യം പ്രാർത്ഥിക്കും, കാലത്തും വൈകിട്ടും. ചേച്ചി ഓരോന്ന് പറയും എന്നോട് ഉടമ്പടിനെ കുറിച്ച്, പക്ഷെ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ചേച്ചി പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്തും കിട്ടും, എൻ്റെ അമ്മനെ എനിക്ക് തരും എന്ന് പറഞ്ഞാൽ ആ അമ്മനെ എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ വെറുതെ വാങ്ങിച്ച് ഞാൻ വെച്ചത്. പക്ഷേ എനിക്ക് ആ അമ്മ എന്നെ ഏറ്റവും വലിയ വീടും ഏറ്റവും വലിയ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഞാൻ 13 വർഷം കഴിച്ചിട്ടാണ് ചേച്ചിനെ തിരിച്ച് കണ്ടത്. എൻ്റെ മോന് വയ്യാണ്ടായപ്പോൾ ഇവരെക്കുറിച്ച് നമ്പർ ഒന്നും കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിനെ വിളിച്ചപ്പോൾ എൻ്റെ ചേച്ചിയുടെ മുമ്പ് ഇവരുടെ ആൻറ്റിയുടെ നമ്പർ തന്ന് പിന്നെയാണ് ചേച്ചിയുടെ നമ്പർ എനിക്ക് തന്നത്. അങ്ങനെ എനിക്ക് ഒരുപാട് നന്ദി എൻ്റെ മാതാവിൻ്റെ അടുത്ത്. 13 വർഷം കഴിച്ച് ഞാൻ തിരിച്ചിവിടെ വന്ന് 13 വർഷം ഞാൻ കഷ്ടപ്പെട്ടതിന് മാതാവ് എനിക്ക് ഈ 2025 തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ വീട്. എൻ്റെ കൈ കൊപ്പിൽ ഇതായപ്പോൾ ഭയങ്കരമായിട്ട് ചോറിഞ്ഞോണ്ടിരിക്കുകയാണ്. ചേച്ചി ഞാൻ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ചോറിഞ്ഞോണ്ടിരിക്കുമ്പോൾ ചേച്ചി ചോദിച്ചു, എന്താണ് ഈ ചോറിഞ്ഞോണ്ടിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആയി ചേച്ചിന്ന്. ഉപ്പിട്ടിട്ട് ചേച്ചി മാതാവിൻ്റെ എന്നെ ഉപ്പിട്ട് തന്നിട്ട് ഞാൻ ഇരുന്നപ്പോൾ ചേച്ചിയൊക്കെ എന്താണ് എനിക്ക് ഒന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈ തണുത്ത പോയിരുന്നത്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ഞാൻ മാതാവിനും കൊണ്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോവാം.
ആദ്യം ഞാൻ ഒരു ചെറിയ പത്രത്തിലുള്ള ഫോട്ടോ മാത്രമാണ് കൊണ്ടുപോയത്. ഇന്ന് ഞാൻ മാതാവിൻ്റെ ഏറ്റവും വലിയ ഫോട്ടോ കൊണ്ട് എൻ്റെ വീട്ടിൽ പോണത്. ഞാൻ നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഈശോനും മാതാവിനും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ലൂക്ക 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ശീതൾ എന്ന ഈ മകൾ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ 13 വർഷം മുമ്പ് വീട്ടിൽ സഹായിക്കുവാൻ വന്ന മറ്റൊരു വ്യക്തിയെ കണ്ടെത്തിയതും പിന്നെ അവൾ കൂടെ നിൽക്കുമ്പോൾ അവളെക്കുറിച്ച് പരിശുദ്ധ അമ്മ കൊടുത്ത ഒരു സന്ദേശത്തിൽ ആ കൂടെയുള്ള മകളുടെ വീടൊന്ന് കാണുവാൻ വേണ്ടി നാട്ടിലുള്ളവരെ കൊണ്ട് ഒരു വീഡിയോ എടുത്ത് തൻ്റെ മൊബൈലിൽ ഇടിയിക്കുന്നതും ആ മൊബൈലിൽ വന്ന ചിത്രം കണ്ട് ആകെ ഹൃദയം തകർന്ന് ജീവിത പങ്കാളിയോട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയ നമ്മോടൊപ്പമുള്ള ഈ മകൾക്ക് വേണ്ടി നമുക്കെന്ത് ചെയ്യാനാവും എന്ന് ഒരു വേള ചിന്തിച്ച് 3 മാസം കൊണ്ട് ആ വീട് മുഴുവനും പുതുക്കിപ്പണിത് ആ കുടുംബത്തിനെ സുരക്ഷിതമാക്കിയതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത്. ഉടമ്പടി നമ്മളെ എന്നും അനുകമ്പയുള്ളവരാക്കും. ഉടമ്പടി നമ്മളെ എന്നും ദൈവസ്നേഹത്തിൻ്റെ കൈകാലുകളായി പ്രവർത്തിക്കുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഉടമ്പടി നമ്മളെ എന്തു കൊടുത്താലും നമുക്ക് കുറവുണ്ടാവില്ല, അത് കൂടുതൽ നിറവിലേക്ക് മാത്രമേ നയിക്കൂവെന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കും. ശീതൻ്റെ വാക്കുകളിൽ അവൾ ഒരിക്കൽ പോലും അവളെന്ത് ചെയ്തുവെന്ന് നാവ് കൊണ്ട് പറഞ്ഞില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ച് വെച്ചിട്ട് 3 മാസം കൊണ്ട് സുരക്ഷിതമായ ബലവത്തായ ദൈവാനുഗ്രഹമുള്ളൊരു ഭവനം മകൾക്ക് ലഭിച്ചുവെന്ന ഒറ്റ വാചകത്തിൽ കാരുണ്യ പ്രവൃത്തിയെ നിർത്തി. കാരണം ഈശോയുടെ വാക്കുകൾ അങ്ങനെ തന്നെയാണ്. നാം മറ്റുള്ളവർക്ക് ചെയ്യുന്നത് അത് പുരമുകളിൽ പ്രഘോഷിക്കേണ്ടതല്ല, പക്ഷേ ഉടമ്പടിയിൽ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് അത് ആയിരങ്ങൾക്ക് അനുഭവമാകാൻ വേണ്ടിയാണ്. ഉടമ്പടി നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിനൊരു അലിവുണ്ടാവും, കണ്ണുകൾക്ക് എപ്പോഴും ദൈവസ്നേഹത്തിൻ്റെ ഒരു നനവുണ്ടാവും, നമ്മുടെ കൂടെയുള്ളവരെ കാണുവാൻ വേണ്ടി ഒരു വെളിച്ചം നമുക്കെപ്പോഴും ഉണ്ടാവും. അത് അവരുടെ ജീവിതങ്ങൾക്ക് കൂടി അനുഗ്രഹമാകും വിധം നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്നത്, നമ്മളെ തന്നെ അവരുടെ ജീവിത വഴിയിലേക്ക് ഇറക്കി വയ്ക്കുന്നത് അനുഭവിക്കുവാനാവും. ഈ മകൾ 13 വർഷം കൊണ്ട് മകൾ തിരക്കി അപചാരിതമായി പണ്ട് കണ്ട മോളെ ഒന്ന് കാണുവാൻ തിരികെ വരികയും പിന്നീട് വീട്ടിലെ സെർവൻ്റ് തിരികെ വരാതെ പോകുമ്പോൾ ഒന്നുകൂടി ഒരു ഫോൺ കോളിൽ നീ ഒന്ന് വരുമോ എൻ്റെ വീട്ടിലെന്ന് ചോദിക്കുമ്പോൾ തിരികെ എത്തിയ വരവിലാണ് 3 മാസക്കാലത്തിനുള്ളിൽ ഇത്ര വലിയ മാറ്റങ്ങൾ ആ കുടുംബത്തിന് സംഭവിക്കുന്നത്. അമ്മ മാതാവ് കൂടെ നടന്ന് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരവും സങ്കടങ്ങൾക്ക് അറുതിയും ജീവിതത്തിന് പ്രതീക്ഷയും ശുഭകരമായ ഭാവിയും ഒരുക്കിത്തരുന്നവളാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന വിധത്തിലായിരിക്കില്ല ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. നാം ഒരുപക്ഷെ എത്ര കണ്ട് പരിശ്രമിച്ച് പരാജയപ്പെട്ടതിനും ദൈവകരങ്ങളിൽ നിമിഷങ്ങൾക്കുള്ളിൽ മറുപടിയുള്ള ജീവിതത്തിൻ്റെ ഉത്തരങ്ങളുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനാവും. നമ്മൾ ആ മകളുടെ വാക്കുകൾ കേട്ടു. നന്ദി മാത്രം പറയുവാൻ ദൈവം എങ്ങനെ ആ ഒരു ചോർന്നലിക്കുന്ന വാതിലുകളില്ലാത്ത ഇങ്ങനെ തറപ്പോള ഷീറ്റ്, ഫോട്ടോ ഇവിടെ ഉണ്ട് അവളുടെ കയ്യിൽ, തറപ്പോള ഷീറ്റ് മാത്രമുള്ളൊരു ഒരു 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 ചേരി പോലെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള ഒരു കുടിലിനെ എങ്ങനെ അമ്മ മാതാവ് തൻ്റെ കരങ്ങളിലെടുത്ത് ആദ്യം അമ്മ സാന്നിധ്യം തന്നെ കൊടുത്തു. ആ കാശുരൂപം കൊണ്ടുവന്ന് 4 അതിരിലും അമ്മയുടെ സാന്നിധ്യം അറിയിച്ചു. ഉപ്പ് വിതറിക്കൊണ്ട് ബലവത്താക്കും സുരക്ഷിതമാക്കുമെന്ന സന്ദേശം കൈമാറി. എന്നിട്ട് ഒരു വാക്കുകൊണ്ട് വീടിനെക്കുറിച്ച് പറയാതെ ആ കൂടെ നിൽക്കുന്ന മകളുടെ ഉള്ളിൽ അമ്മ സന്ദേശം കൊടുത്തു, നീ ആ വീട് കാണണം. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിക്കുമ്പോൾ അമ്മ സന്ദേശം തരും. ആ സന്ദേശം നമുക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കില്ല. ഒരുപക്ഷെ നാം കാണേണ്ടവരെ കാണുവാൻ കൂടിയുള്ള സന്ദേശം അമ്മ കൈമാറിക്കൊണ്ടിരിക്കും. ആ സന്ദേശത്തിലേക്ക് നമ്മൾ കണ്ണു തുറന്നാൽ നമുക്കൊന്നും കുറവാവില്ല. പുതിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അമ്മ നമ്മളെ ഒരുക്കുന്ന വഴികളായിരിക്കുമെന്ന് അനുഭവിക്കുവാനാവും. 19 തവണ ഉടമ്പടി പുതുക്കി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എത്ര കണ്ട് അമ്മയുടെ സ്നേഹത്തിൽ, അമ്മയിൽ അടിയുറച്ച് അമ്മ കൈപിടിച്ച് നടത്തുമെന്ന ബോധ്യത്തിൽ ജീവിതം സമർപ്പിച്ചതിൻ്റെ ഒരടയാളമാണ്. ഉടമ്പടി എപ്പോഴും നമുക്ക് സംരക്ഷണത്തിൻ്റെ കവചമാണ്. ഉടമ്പടി എപ്പോഴും നമ്മുടെ ജീവിതത്തെ ഏത് കഷ്ടതയിൽ നിന്നും
ആരൊക്കെ എതിരി നിന്നാലും, എത്ര കണ്ട് ജീവിത ദുരിതങ്ങൾ മാത്രമായാലും അതിൽ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ അമ്മ ഈശോയോട് പറയുകയും തിരുക്കുമാരൻ നമ്മുടെ ജീവിതത്തെ പുനർനിർമ്മിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ രണ്ടുപേരും കൂടി ഈ അൽത്താരയിൽ പറഞ്ഞത്. ഒരു ഭവനത്തെ പുനർനിർമ്മിച്ച, വിശ്വാസത്തെ പുനർനിർമ്മിച്ച, അമ്മയുടെ മകളായി ജീവിക്കുവാൻ പുതിയ വഴികൾ ഒരു മകൾക്ക് തുറന്നു കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. സങ്കടം എന്തുമാവട്ടെ, ഇല്ലായ്മ ഏതുമാവട്ടെ, ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധി എത്ര വലുതാവട്ടെ, ഏറ്റവും എളിമപ്പെട്ട മനസ്സോടെ എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, അവിടുത്തെ കൃപയാൽ എനിക്കെന്തും അവിടുന്ന് അനുവദിച്ചു തരും എന്ന സന്തോഷത്തോടെ ശരണപ്പെടുവാൻ നമുക്ക് ശ്രദ്ധയുള്ളവരാകാം. കാരുണ്യപ്രവൃത്തി നമ്മുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് ചെയ്യണം. പൊള്ളാത്തതൊന്നും കൊടുക്കരുത്. നമ്മുടെ വരുമാനത്തെ തൊടുന്നതാവണം കാരുണ്യപ്രവൃത്തി. ഉള്ളത് നമുക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നുവെന്ന് നാം അറിയുന്ന വിധത്തിൽ കാരുണ്യപ്രവൃത്തി ചെയ്യുവാൻ നമ്മൾ സന്മനസ്സുള്ളവരാവണം. അതൊരിക്കലും നമുക്ക് കുറവാവില്ല. ദൈവത്തിൻ്റെ പുതിയ നിറവുകൾ നമ്മുടെ ഭവനത്തിലേക്ക് നിറച്ചളന്ന് അവൻ ഒരുക്കി തരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ വഴിയൊരുക്കും. ഈ മകളിലൂടെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹത്തിന്, അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഈ ലഭിച്ച വലിയ കാരുണ്യ പ്രവൃത്തിക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യം സമർപ്പിക്കാം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. മാതാവിൻ്റെ വലിയൊരു സാക്ഷിയായിട്ട് ഈ സന്നിധിയിൽ നിൽക്കുവാൻ സാധിച്ചതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിത. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ ഗോൾഡ് കോസ്റ്റിൽ സെറ്റിൽഡ് ആണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് നടന്ന വലിയൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഓൺലൈനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് എൻ്റെ പപ്പയാണ്. അതിൽ നിന്ന് പ്രചോദനം നേടിയാണ് എൻ്റെ മമ്മിയും ഞാനും ഒക്കെ ഉടമ്പടി എടുക്കുന്നത്. 2021 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് എടുക്കാനുണ്ടായ സാഹചര്യം എന്തെന്നാൽ, ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയി. പക്ഷേ എവിടേക്ക് പോകണമെന്ന്, ഏത് സ്ഥലം ചൂസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ മുന്നിലും മാതാവിൻ്റെ മുന്നിലും സമർപ്പിച്ചു. ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് അപേക്ഷിച്ചു. ഞാൻ അവിടെ ചെന്നു. ഗോൾഡ് കോസ്റ്റാണ് എനിക്ക് കിട്ടിയ ജോലി. വളരെ മനോഹരമായ സ്ഥലം, വളരെ നല്ല ജോലി, എല്ലാം വളരെ സെറ്റിൽഡ് ആയിരുന്നു. പെട്ടെന്ന് കോവിഡ് ഹിറ്റ് ചെയ്തു. അപ്പോഴത്തേനും ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീടൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കോവിഡ് വന്നപ്പോഴത്തേനും വീടുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് വില കൂടുകയും, ആ സമയം ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു, 2ാമത്തെ ബേബിയുടെ. അപ്പം മെറ്റേണിറ്റി ലീവിലാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം നമ്മുടെ സാലറിയുടെ ഹാഫ് സാലറി ആയിരിക്കും നമ്മുടെ മെറ്റേണിറ്റി ലീവ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ലോൺ കിട്ടില്ല. അപ്പോഴത്തേനും കോവിഡ് കഴിയുമ്പോഴത്തേനും എനിക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ വീടിൻ്റെ വില പോകും. അപ്പോഴത്തേനും ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം എനിക്ക് അവിടുന്ന് പോകണ്ട, എൻ്റെ ജോലി വളരെ നല്ലതാണ്, ഞാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒത്തിരി എനിക്ക് കംഫർട്ടബിളാണ്, ആ സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ക്ലൈമറ്റ് വൈസ് എല്ലാം ഒത്തിരി നല്ലതാണ്. അപ്പം ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. എൻ്റെ മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. മമ്മിയുടെ വേർഡിങ്സ് വളരെ സ്ട്രോങ് ആയിരുന്നു. മമ്മി പറഞ്ഞു, എൻ്റെ പേരിൽ മാതാവേ, എൻ്റെ മകളുടെ പേരിൽ നീ അവിടെ ഒരു ഭവനം പണിയണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ അവളുടെ പേരിൽ ഒരു ഭവനം അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് ഓപ്പൺ ഹൗസൊക്കെ കണ്ടു. ഞങ്ങൾക്ക് പ്രൈസ് കൊണ്ട് ഒന്നും ശരിയാവാതെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഒരു വീട് കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ആ സ്ട്രീറ്റിൻ്റെ പേര് ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ ശ്രദ്ധിച്ചു. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ രണ്ടാമതൊന്നുകൂടെ നോക്കിയപ്പോൾ ആ സ്ട്രീറ്റിൻ്റെ പേര് എസ് ടിൻസൺ എന്നാണ്. എൻ്റെ പേര് ഷിത എന്നും ഹസ്ബൻഡിൻ്റെ പേര് ടിൻസൺ എന്നുമാണ്. അപ്പോൾ മാതാവിനോട് എന്താണ് ചോദിച്ചത്? മമ്മി ചോദിച്ചത്, എൻ്റെ മകളുടെ അവരുടെ പേരിൽ നീ അവൾക്ക് അവിടെ ഒരു ഭവനം കൊടുക്കണമെന്നാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എസ് ടിൻസണിലാണ്. അവിടെയാണ് ഞങ്ങൾ ആ ഭവനം വാങ്ങുകയും ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിന് അവർ സമ്മതിക്കുകയും അവരിങ്ങോട്ട് പറഞ്ഞ് ഇത്ര $, കുറച്ച് തരാമെന്ന് പറയുകയും വളരെ ഭംഗിയുള്ള ഒരു ഭവനം ഞങ്ങൾക്ക് അവിടെ വാങ്ങുവാനും സാധിച്ചു. ആദ്യം പോയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മെറിറ്റിൽ എനിക്ക് വീട് വാങ്ങാൻ പറ്റുമെന്ന്. പക്ഷേ ഈ ഭവനം എനിക്ക് ലഭിച്ചത് ഞങ്ങളുടെ മെറിറ്റിലല്ല. ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ്, ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദ ഗ്രേസ്. അതിലാണ് ഞങ്ങൾക്ക് ആ ഭവനം കിട്ടിയത്.
ആ ഭവനത്തിൽ ഞങ്ങൾ വലിയൊരു കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എപ്പോഴും മാതാവിൻ്റെ ഒരു സാന്നിധ്യം ആ ഭവനത്തിൽ എപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് ഒരുപാട് മാതാവിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ആ ഭവനത്തിൽ ഒരുപാട് ലഭിച്ചു. രണ്ടാമത്തെ വലിയ സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് വേർട്ടിഗോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ടോയ്ലറ്റ് ഇങ്ങനെ വീണ് കിടക്കുക. അപ്പോൾ എഴുന്നേറ്റിരിക്കാൻ ഞാൻ ബോധമില്ലായിരുന്നു. പെട്ടെന്ന് എടുത്ത് കിടത്തി. ഭയങ്കര വോമിറ്റിംഗ് ആണ്, ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര സ്പിന്നിങ് ആണ്, വോമിറ്റ് ചെയ്യും. പെട്ടെന്ന് ഡോക്ടർ ED കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂ ആണ്. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു. 3-4 മാസം അങ്ങനെ തന്നെയായിരുന്നു. ഹസ്ബൻഡിന് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല, എല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ലാസ്റ്റ് അപ്പോയിൻമെൻറ്റിന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, തിരിച്ച് ഒരു നോർമൽ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. നിൻ്റെ ജോലി ചിലപ്പോൾ നിനക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നീ മാറേണ്ടി വരും. പിന്നെ ആണെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടി വരും, ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ ഭയങ്കര വിഷമിച്ച് ഞാൻ വീട്ടിൽ വന്നു. ഹസ്ബൻഡ് വെരി നെക്സ്റ്റ് ഡേയിലേക്ക് ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തു. വീട്ടിലൊന്നും പോയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു മാതാവിനെ കണ്ടു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. തിരിച്ച് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയി. വീട്ടിലൊന്നും പോയില്ല, കൊച്ചി താമസിച്ച് തിരിച്ച് ഓസ്ട്രേലിയക്ക് തിരിച്ചു പോയി. ഞാൻ ഈ എൻ്റെ തലയിറക്കത്തിൻ്റെ കാര്യം മറന്നുപോയി. തിരിച്ചു വന്നപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ തലയിറക്കമായിട്ടല്ലേ പോയത്, എന്നിട്ട് നിനക്ക് തലയിറക്കം ഇല്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അത് പോയി എന്ന് തോന്നുന്നു പറഞ്ഞു. അങ്ങനെ അതിൽ പിന്നെ എനിക്ക് ഇതുവരെ ഒരു തലയിറക്കം ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതിന് പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു കൊളീഗ്, പുള്ളിക്കാരത്തേക്ക് ഇതുപോലെ വേർട്ടിഗോ ഉണ്ട്, ഇംഗ്ലീഷുകാരിയാണ്. പുള്ളിക്കാരത്തി എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്, വലിയ ട്രീറ്റ്മെൻറ്റ്സ്, ഒത്തിരി ഹോസ്പിറ്റൽസിൽ പോകുന്നു, ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി അനുഭവിക്കുന്ന വിഷമങ്ങൾ കാണുമ്പോൾ ഓരോ നിമിഷം ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. ആ വിഷമം കാണുമ്പോൾ ഞാൻ ആലോചിക്കും, മാതാവ് എന്തൊരു വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത്. ഞാൻ തിരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു കോടും കൂടാതെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതിന് 1000 നന്ദി പറയുന്നു. മൂന്നാമതായിട്ടുള്ളൊരു സാക്ഷ്യം എന്ന് വെച്ചാൽ 2024 ഡിസംബറിൽ എൻ്റെ തൈറോയിഡിലൊരു നോഡ്യൂള് കണ്ടു. അപ്പം നോഡ്യൂള് ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇച്ചിരി വലുതാണ്, നമുക്ക് FNAC ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, കാരണം ഞാൻ ഉടമ്പടിയിലൊക്കെ ഉള്ളതല്ലേ, മാതാവ് എന്നെ കാത്തോളും, ഷുവറായിട്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ FNAC ചെയ്തു, റിപ്പോർട്ട് വന്നു സാധാരണേനേക്കാളും ബിഗാണ്. അപ്പോഴത്തേനും പറഞ്ഞു ഇത് ക്യാൻസറസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി. ഞാനൊരുമാതിരി മരവിച്ചു പോയി. ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ ഭയങ്കരമായിട്ടും വിഷമിച്ചു. ഞാനിങ്ങനെ ഭയങ്കരമായിട്ടും നിന്നുപോയി. എന്ത് ചെയ്യും, എൻ്റെ കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്, ഞാൻ എന്ത് ചെയ്യും, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളെല്ലാം വന്നു. പിന്നെ മാതാവിനെ അങ്ങ് മനസ്സിലേക്ക് ധ്യാനിച്ചു. അത് കഴിഞ്ഞ് മമ്മിയെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ അടുത്ത് വന്ന് മമ്മി പ്രാർത്ഥിച്ചു, എൻ്റെ ഫോട്ടോ കാണിച്ചു. അച്ഛൻ ഫോട്ടോയിൽ തൊട്ട് എന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ല, ധൈര്യമായിട്ട് സർജറിക്ക് പോകാൻ പറഞ്ഞു, സർജറി ചെയ്യൂ, ഒരു പ്രശ്നമില്ലാതെ അവൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ 2025 ഈ വർഷം, ഇപ്പോൾ 1 വർഷമാകുന്നു, എൻ്റെ ഹെമി തൈറോയിഡക്ടമി ഫിനിഷായി. ബയോപ്സിക്ക് വിട്ടു, ഒരു പ്രശ്നമില്ല, ക്ലിയർ ആയിട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു നിനക്ക് ഒരു പ്രശ്നമില്ല, ഇനി ഒരു ടാബ്ലറ്റ്സും എടുക്കണ്ട. നോർമലി ഹെമി എന്തെങ്കിലും വന്നാൽ ഇനി നമുക്ക് തൈറോക്സിൻ എടുക്കേണ്ടി വരും. അപ്പം ഇതുവരെ ഞാൻ ഒരു ടാബ്ലറ്റ്സും എടുത്തിട്ടില്ല, ഒരു പ്രശ്നമില്ല. എന്നെ പൂർണ്ണ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ദൈവമേ എന്നെ നീ ഉയർത്തണമേ, വീണ്ടും പറക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടും വളരെ ആർജവത്തോടെ ഞാൻ തിരിച്ചു വന്നു. അതുകൂടാതെ ഒരു ടാബ്ലറ്റ്സും എടുത്തില്ല. അതിന് മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ 3 സാക്ഷ്യം. കൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ സാക്ഷ്യങ്ങൾ ഒരുപാട് അനവധി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകമായി പറഞ്ഞാൽ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം
കൃത്യനിഷ്ഠതയോടുകൂടിയുള്ള ഒരു ജീവിതം എനിക്ക് പ്രാപിക്കാൻ സാധിച്ചു. 5:30 എഴുന്നേൽക്കുകയും ഉടമ്പടി പ്രാർത്ഥിക്കുകയും 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന്. അത് പിന്നെ ഇപ്പോഴാണ് തിരിച്ച് വരുന്നത് ഉടമ്പടിക്കായിട്ട്. പക്ഷേ അത് കൃത്യമായിട്ടും ഓൺലൈനിൽ ഉടമ്പടി പുതുക്കുകയും അത് കൃത്യമായിട്ട് മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ബൈബിൾ ഏകദേശം ഒരു പ്രാവശ്യം ഫുള്ള് വായിച്ച് തീർക്കാൻ പറ്റി. ഒരുപാട് ദൈവത്തെ അറിയാനും ആഴത്തിൽ അറിയാനും. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിട്ടാണ് എടുത്തത്. പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ നിയോഗങ്ങൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു എയിം മാറിപ്പോയി. ഞാൻ ഉടമ്പടിയിൽ നിയോഗങ്ങളൊന്നും ദൈവമേ നിനക്കെന്നെ അറിയാം, മാതാവേ അങ്ങയുടെ ഇതം പോലെ എന്നെ നടത്തണമേ എന്ന് മാത്രമേ പറയാറുള്ളൂ. അത് ഉടമ്പടി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബലവും എന്നെ നയിക്കാൻ, എന്നെ നേർവഴിക്ക് നയിക്കാനുള്ളൊരു ശക്തിയുമായിട്ട് അത് മാറി. എന്നെ പൂർണ്ണമായി അത് രൂപീകരിച്ചു എന്ന് വേണേൽ പറയാം. ഞാൻ ഒരുപാട് താന്നു, ഞാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഭയങ്കര എപ്പോഴും മൂഡ് സ്വിങ്സ് ഒക്കെ വരുമായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കാനും എല്ലാ കാര്യം നന്നായി ചെയ്യുവാനും പറ്റി. ഇതെല്ലാം ഉടമ്പടി കാരണമാണ്. കൂടാതെ ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചാൽ ഞാനൊരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്. എൻ്റെ ഹസ്ബൻഡും ഞാനും കൊന്ത ചൊല്ലാൻ ഞാൻ നേരത്തെ കൊന്ത ചൊല്ലും. ഞാൻ കാത്തലിക് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് നേരത്തെ അറിയാം. ഹസ്ബൻഡ് കൊന്ത ചൊല്ലാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് കൊന്ത ചൊല്ലും. ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ മാസവും ഒരു അഖണ്ഡ ജപമാല ചൊല്ലും. ഞങ്ങൾ രണ്ടുപേരുടെയും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാ മാസവും ഒരു അഖണ്ഡ ജപമാല ചൊല്ലും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളാണ്. ഞങ്ങൾ വിചാരിക്കാത്ത ഒരു അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് അത് എത്തിച്ചെന്നത്. ഞങ്ങൾ ചില ദിവസം 2 മണിക്ക് എഴുന്നേറ്റ് 6:30 ആകുമ്പോൾ ഫിനിഷ് ചെയ്യും. ചില ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഹസ്ബൻഡ് വരാൻ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ വൈകുന്നേരം 8 മണിക്ക് ഇരുന്ന രാത്രി 1 മണി അങ്ങനെ ഞങ്ങൾ ഫിനിഷ് ചെയ്യും. ഞങ്ങൾ കൊച്ചു പിള്ളേർ ഞങ്ങളുടെ പ്രെയർ റൂമിൽ കിടന്നുറങ്ങും. അവർക്കും അറിയാം. അതുപോലെ അത് വളരെ അഖണ്ഡ ജപമാല ഞങ്ങളുടെ കുടുംബജീവിതം വളരെയധികം ശുദ്ധീകരിച്ചു. കൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തതെന്ന് ഞങ്ങൾക്ക് സൺഡേ ചർച്ചിൽ അവിടെ ഒരു ബോക്സ് ഉണ്ട്. അവിടെ കൃത്യമായിട്ട് കുറേ കൊച്ചു പിള്ളേർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. അപ്പം അവിടെ കൃത്യമായിട്ട് ഫുഡ് കൊണ്ടുപോയി വെക്കും. പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൃത്യമായിട്ട് ഫുഡ് കൊടുക്കും. കൂടാതെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കും കൂടാതെ രോഗികളെയും എല്ലാവരെയും സഹായിക്കാൻ ശ്രമിച്ചു. കൂടാതെ ഒരു ആൾക്കാർക്ക് വീട് വെക്കാൻ ഞങ്ങൾക്ക് സഹായിക്കാൻ ദൈവം കൃപ തന്നു. കൂടാതെ ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും തന്ന തിരുക്കുമാരനും മാതാവിനും 1000 നന്ദി. 10-ാം സങ്കീർത്തനം 14-ാം തിരുവചനം. അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ഷീത തൻ്റെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിക്കുന്നത്. ഒരു രോഗാവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു വലിയ സാഹചര്യം ഓർത്തഡോക്സ് മകളായ ഈ സഹോദരിക്ക് സാധിച്ചു. വളരെ സത്യമായും ഇതൊരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈശോ ഇടപെട്ടിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. ഒരു അന്യനാട്ടിൽ ഓസ്ട്രേലിയയിലായിരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ കൃത്യമായ പരിശുദ്ധ അമ്മയെ അറിഞ്ഞ് സ്നേഹിച്ച് ഈശോയിലേക്ക് നടന്നെടുക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹം ഇവർക്ക് ലഭിച്ചത് ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ്. ഇവർക്ക് പറയാനുള്ളതൊന്നു മാത്രമാണ്. നല്ല സമറിയാക്കാരൻ്റെ ഉപമയെക്കുറിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ദിവ്യബലിയുടെ സമയത്ത് നമ്മോട് പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹം നല്ല സമറിയാക്കാരൻ ആ യഹൂദനെ ശുശ്രൂഷിച്ചതിന് ശേഷം സത്രം സൂക്ഷിപ്പുകാരനെ പൈസ കൊടുക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇനി എന്തെങ്കിലും എക്സ്ട്രാ എക്സ്പെൻസ് വരികയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് തന്നു വീട്ടിക്കൊള്ളാം എന്നുള്ളതിൻ്റെ ഒരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി. ഈശോ നമുക്ക് വേണ്ടിയെല്ലാം തന്നു വീട്ടുന്ന ഒരു വലിയ അനുഭവമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടിയെല്ലാം തന്നു വീട്ടുന്നതെല്ലാം ഈശോ ആണ്.
പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമുക്കെപ്പോഴും കണ്ണു നിറയുന്ന ഒരനുഭവമാണത്. ഈശോ നമുക്ക് വേണ്ടി സൗഖ്യം തരുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതും. ഇവർക്കൊരു വീട് ആവശ്യമായിരുന്നു ഓസ്ട്രേലിയയിൽ. അവിടെ നമ്മുടെ എല്ലാവരുടെയും പേര് അവിടുത്തെ കൈകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്, എഴുതി വച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നിൻ്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ എഴുതി വച്ചിരിക്കുന്നുവെന്ന്. ഇവരൊരു വീട് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ ഇവരുടെ പേര് ഷിതയുടെയും ടിൻസിൻ്റെയും പേരെഴുതിയ ഒരു സ്ട്രീറ്റ് തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് അത് വളരെ കൃത്യമായി മനസ്സിലായി. ദൈവം ഇടപെടുന്നു, ഞങ്ങളുടെ പേര് അവിടുത്തെ കൈകളിലുണ്ടല്ലോ എന്ന്. അങ്ങനെ അവർ അഖണ്ഡ ജപമാലയിലൂടെയെല്ലാം ഈശോയെ അടുക്കുവാനും ഈശോയെക്കുറിച്ച് പഠിക്കുവാനും സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയോടുകൂടെ ചേർന്ന് നടക്കുവാനുള്ളൊരു വലിയ സൗഭാഗ്യം അവർക്കുണ്ടായി. ഇവർക്കുണ്ടായ ഇയർ ഇംബാലൻസ് എങ്ങനെയാണ് സൗഖ്യപ്പെട്ടതെന്ന് പോലും അവർ മറന്നുപോയി. ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചതോടെ അതിനെക്കുറിച്ച് അവർ മറന്നുപോയി എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം അവിടെ നിന്ന് നമ്മുടെ കണ്ണുനീരെല്ലാം കുപ്പിയിൽ ശേഖരിക്കുന്നു എന്ന് നാം വചനത്തിൽ വായിച്ചെടുക്കുന്നു. നമ്മുടെ എല്ലാ സങ്കടങ്ങളും അവിടുത്തെ കാണുന്നുണ്ട്. നമ്മുടെ എല്ലാ ദുരന്തങ്ങൾക്കും രക്ഷ നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അമ്മ പറയുന്നുണ്ട്, ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക. നാം ഏത് നാട്ടിലായിരുന്നാലും എത്ര അകലെയായിരുന്നാലും നമ്മുടെ ജീവിത ദുരന്തങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കും. ഈ മകൾ പറയുകയുണ്ടായി, ഞാനിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് നിയോഗങ്ങളൊന്നുമില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, 100 മേനി ഫലം കൊയ്യുന്നവരാണ്. എനിക്കിനി യാതൊരു നിയോഗങ്ങളും ഇല്ല. കാരണം ഞാൻ മാക്സിമം ഒരു വീട് വയ്ക്കാൻ, ഞങ്ങൾക്കൊരു വീട് വേണമായിരുന്നു, അതുപോലെ ഒരു വീട് വയ്ക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. ഞങ്ങളുമായി ഇടപെടുന്നവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവർക്ക് സൗഖ്യം ലഭിക്കുന്നു. അതെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ വലിയ വലിയ ആത്മീയ സന്തോഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇനി അവർക്കൊന്നും തന്നെ ആവശ്യമില്ല. കാരണം ഇതെല്ലാം നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്നുള്ളൊരു വലിയ ബോധ്യത്തിലേക്ക് അവർ കടന്നു വരുന്നു. അതുപോലെ തന്നെ ക്രിസ്തു അവരിൽ രൂപപ്പെടുന്നതായി അവരുടെ ആത്മീയ അച്ചടക്കത്തിൽ നിന്ന്, ഡിസിപ്ലിനിൽ അവർക്ക് മനസ്സിലായി. ഈ ഒരു വലിയ സാക്ഷ്യത്തിനെ ഷിതയുടെയും ടിൻസിൻ്റെയും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാനും വഴിവിട്ട ജീവിതങ്ങളുള്ള എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് വിവാഹ തടസ്സങ്ങളുള്ള ജീവിതത്തിൽ തടസ്സങ്ങളുള്ള എല്ലാ മക്കളെയും വിവാഹമോചനത്തിനായി കാത്തു നിൽക്കുന്നവരെ അവരെയെല്ലാം കൂട്ടിച്ചേർക്കുവാൻ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നൽകി സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് ഒരു നല്ല കയ്യടിയോടെ സമർപ്പിക്കാം. അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറഞ്ഞു. ഈ അൽത്താരയിൽ കയറി നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം തന്ന എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി, 1000 മഹത്വം ഞാൻ ആദ്യമായിട്ട് പറയുന്നു. ഇതെൻ്റെ മകനാണ്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ പേര് ഓമന, ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്. എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ മകന് വേണ്ടി ഞാൻ 2024 ഉടമ്പടി എടുത്തായിരുന്നു. ആ ഉടമ്പടിയിൽ കൂടി എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവനെ കാനഡയിൽ പോകാനുള്ള വലിയൊരു ആഗ്രഹം അവനുണ്ടായിരുന്നു. അത് എല്ലാം എൻ്റെ അമ്മ പെട്ടെന്ന് ഓരോ ആഗ്രഹങ്ങളും അമ്മന് സാധിച്ചു കൊടുത്തു. 25 ലക്ഷം രൂപയുടെ ലോൺ എടുക്കാനുള്ള അനുഗ്രഹം അവനമ്മ സാധിച്ചു കൊടുത്തു. അവനങ്ങനെ അവിടെ പോയി അവനവിടെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അമ്മ കാണിച്ചു കൊടുത്തു. നല്ല മാർക്കോടി പാസ്സാക്കി. എൻ്റെ കുഞ്ഞ് വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു. ആ കഷ്ടപ്പാടിൽ നിന്നെല്ലാം എൻ്റെ അമ്മ അവനെ രക്ഷിച്ചു. അവനൊരു ബൈബിൾ കളഞ്ഞു കിട്ടി. അവിടെ കാനഡയിൽ ഒരു ബൈബിൾ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ള വല്ല മോഹം അവനുണ്ടായിരുന്നു. പക്ഷേ അന്നത് സാധിച്ചില്ല കൊണ്ടുപോകാൻ. അങ്ങനെ അവനൊരു ബൈബിൾ കളഞ്ഞു കിട്ടി. ആ ബൈബിൾ കൊണ്ട് 1/2 മണിക്കൂർ അവൻ അവിടെ നിന്നു. പക്ഷേ ആരും അത് വാങ്ങിക്കാൻ വന്നില്ല. ആ ബൈബിൾ അവന് കിട്ടി. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറയുമായിരുന്നു, അമ്മേ, അപ്പാ, എൻ്റെ കുഞ്ഞിന് ബൈബിൾ കിട്ടിയതുപോലെ അവന് നല്ലൊരു ജോലി എൻ്റെ അമ്മ അവന് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. മനസ്സിന് സന്തോഷമുണ്ടെങ്കിലല്ലേ ഒരു ബൈബിൾ വായിക്കാൻ ഒക്കത്തുള്ള അമ്മേ എന്ന് ഞാൻ പറയുമായിരുന്നു. അവനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഒരു രാത്രിയിൽ ഉറക്കത്തിൽ അവനെ കാനഡയിലെ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജോലിയാണ് കിട്ടുന്നത്. നല്ല ശമ്പളത്തോടു കൂടിയൊരു ജോലി, അവൻ പോലും പ്രതീക്ഷിക്കാത്ത ശമ്പളത്തോടൊരു ജോലി അവന് കിട്ടുന്നു. എൻ്റെ അമ്മ കൊടുത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം എൻ്റെ അപ്പനും കൂടെ. അമ്മയോടും അപ്പനോടും ഞാൻ എപ്പോഴും സംസാരിക്കും, എൻ്റെ കുഞ്ഞിനെ കൈവിടല്ലേ അമ്മേ, എൻ്റെ കുഞ്ഞിനെ അന്യ ആൾക്കാർ കളിയാക്കല്ലേ അമ്മേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അമ്മ ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നു. 2.5 വർഷമായി അവൻ കാനഡയിൽ പോയിട്ട്. അവനെ കാണാനൊരു ഭാഗ്യം കൂടെ എൻ്റെ അമ്മ എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 10 ദിവസമായുള്ള അവൻ ജോലിക്ക് കയറിയിട്ട് അവനെ ആ കമ്പനിക്കാർ ക്രിസ്മസിൻ്റെ അവധിക്ക് അവർ തന്നെ അവനെ 10 ദിവസത്തെ അവധിക്ക് നാട്ടിലോട്ട് ജോലിക്ക് വിട്ടു. അങ്ങനെ നാട്ടിൽ വന്ന് ഞങ്ങളെല്ലാം കാണാനും
എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് കാണിക്കാനും ഉള്ള അനുഗ്രഹം എനിക്ക് കിട്ടി. എൻ്റെ കുഞ്ഞ് നാട്ടിൽ വരുമ്പം എൻ്റെ അമ്മയുടെ തൃപ്പാദത്തിൽ വന്ന് തൊഴുതിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ എന്ന് എൻ്റെ അമ്മയോട് ഞാൻ അപേക്ഷിച്ചിരുന്നു. ഞങ്ങൾ ക്രിസ്മസ് 25-ാം തീയതി രാത്രി 8 മണിക്ക് എയർപോർട്ടിൽ വന്നിറങ്ങി എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മയുടെ തൃപ്പാദത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ മോനെ കൊണ്ടുപോയത്. എൻ്റെ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക്, എൻ്റെ അപ്പനും തന്ന അനുഗ്രഹം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ മരണം വരെ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ പേര് സനൂപ് എന്നാണ്. ഞാൻ കോന്നിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൊച്ചി ഇൻഫോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു, കാനഡയിലേക്ക് പോകാൻ. പക്ഷേ IELTS എങ്ങനെ എഴുതും, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ളൊരു പേടിയിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ IELTS എഴുതി. എനിക്ക് 3ാമത്തെ തവണ നല്ല മാർക്കോടുകൂടി എന്നെ മാതാവ്, ഓവറോൾ 7 സ്കോറോടുകൂടി എന്നെ മാതാവ് പാസ്സാക്കി. എൻ്റെ ലോണിൻ്റെ കാര്യങ്ങളാണെങ്കിലും അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എനിക്ക് ലോണും കാര്യങ്ങളും എല്ലാം കിട്ടി. ഞാൻ പോകാനുള്ള കാര്യങ്ങൾ, അതായത് 1.5 മാസം അതിന് മേലുള്ള വിസയുടെ പ്രോസസ്സിങ് ടൈം എടുക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ വിസ 13 ദിവസത്തിനുള്ളിൽ മാതാവ് എനിക്കത് അപ്രൂവ് ആക്കി തന്നു. ഞാൻ പോകാനുള്ള സമയത്തും എനിക്കൊരു വിഷമമെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് എങ്ങനെ പഠിക്കും, പാസ്സാവും. കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കിവിടെയും ഞാൻ അത്രയും പഠിക്കുന്ന ഒരാളല്ല. അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ ആയി. എനിക്കൊരു പാർട്ട് ടൈം ജോലി എൻ്റെ മാതാവ് എനിക്ക് വാങ്ങിച്ചു തന്നു. ഞാൻ പഠിച്ചു. എൻ്റെ കോഴ്സ് എനിക്ക് ഡിസ്റ്റിങ്ഷനോടുകൂടി ഞാൻ പാസ്സായി. അത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഒരൊറ്റ അനുഗ്രഹം കൊണ്ടാണ്. അതിനുശേഷം ഞാൻ പല ജോലികളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ബൈബിൾ വേണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതമ്മ പറഞ്ഞ പോലെ ആ ബൈബിള് ഇവിടുന്ന് കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ജിമ്മിൽ പോകുന്നൊരു സമയത്ത് അവിടെ ഒരിക്കലും ഒരു ബൈബിൾ റോഡിൽ കിടക്കുന്നതല്ല. ഞാൻ റോഡിൻ്റെ സൈഡിലൊരു ബൈബിൾ, കാറിൻ്റെ സൈഡിലൊരു ബൈബിൾ, പുതിയ ബൈബിൾ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്നത് കണ്ടു. ഞാനിപ്പോൾ അത് ചെന്ന് എടുത്തപ്പോൾ അത് പുതിയ ബൈബിളാണ്. അപ്പോൾ അത് ഇനി ആരെങ്കിലും വണ്ടിയിൽ നിന്ന് പോയതാണോ എന്താ, എനിക്കൊരു കൊണ്ടുപോകാനൊരു മടി. ഞാനവിടെ കുറച്ച് നേരം നിന്നു. ആ വണ്ടിയിലൊക്കെ നോക്കിയിട്ട് ആരുമില്ല. അപ്പോൾ ഒരു വേറൊരു കനേഡിയൻ പുള്ളി വണ്ടിയിലുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു. പുള്ളി ഇറങ്ങി വന്നു. പുള്ളി അവിടെ ചുറ്റിനും നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നിനക്കുള്ളതാണ്, നിൻ്റെ കയ്യിൽ ഇത് വെച്ചോ എന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ പുള്ളിയെ കണ്ടതുമില്ല. അതെനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ആ ബൈബിൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും പ്രാർത്ഥന, എനിക്കൊരു ധൈര്യം തന്നെയായിരുന്നു എപ്പോഴും അത്. അതിനുശേഷം അവിടുത്തെ ടൊയോട്ടയിലെ കാനഡയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ടൊയോട്ട മോട്ടോർ മാനുഫാക്ചറിങ്. അത് TMMC എന്ന് പറയും. ടൊയോട്ടയുടെ മാനുഫാക്ചറിങ് പ്ലാന്റാണ് അത്. അവിടെ കിട്ടാൻ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ അപ്ലൈ ചെയ്യുന്നതാണ്. എല്ലാവർക്കും കയറണമെന്നൊരു വലിയൊരു ആഗ്രഹമാണ്. കാരണം അതേപോലുള്ള കമ്പനി വലിയൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഞാൻ ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം വന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയി ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇരുന്നു. ഞാൻ എപ്പോഴും മാതാവിനോട് പറയും, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു കോള് വരുന്നില്ല, 10 മാസമായി. പിന്നെ ഞാനും അത് മറന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു ബുധനാഴ്ച രാവിലെ ഞാൻ കോള് വന്നിട്ട് എണ്ണീക്കുമ്പോൾ ഇവർ എന്നെ വിളിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ഫൈനലി അവരെന്നോട് ഓഫർ ലെറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്, വെൽക്കം ടു TMMC എന്ന് പറയുമ്പോഴാണ് എൻ്റെ കണ്ണ് നിറയുന്നതും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു, ആ ഒരു ജോലി എനിക്ക് കിട്ടി. ഞാൻ ജോലിക്ക് കയറിക്കഴിഞ്ഞപ്പോഴും അവിടെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നത് മെറ്റീരിയൽസ് ആൻഡ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ജോലി കിട്ടേണ്ടത്. പക്ഷേ അതവിടെ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആർക്കും കൊടുക്കുന്നതല്ല. അത് സീനിയറായിട്ടുള്ളവർക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവർ ആ സെക്ഷനിലേക്ക് കൊടുക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വിശ്വാസമായിരുന്നു, ഉറച്ച വിശ്വാസമായിരുന്നു മാതാവ് എനിക്ക് അവിടെ തന്നെ തരുമെന്നുള്ളത്. ഓറിയൻറ്റേഷൻ കഴിഞ്ഞു. എൻ്റെ ജോയിനിങ് ലെറ്റർ കിട്ടിയപ്പോഴാണ് അപ്പോൾ അതിലാണ് ഉണ്ടായിരുന്നത് എനിക്ക് ആ സെക്ഷനിൽ തന്നെയാണ്. അതും 12 പേര് ഞങ്ങൾ എടുത്തതിൽ ഒരാൾ ഞാൻ മാത്രമാണ് ആ ഒരു സെക്ഷനിലേക്ക് സെലക്ട് ആയതും. എൻ്റെ ട്രെയിനർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു, ഇതിങ്ങനെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും റെയറസ്റ്റ് കേസിലാണ് ഇങ്ങനൊരു ജോയിനിങ് അല്ലെങ്കിൽ ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. എനിക്കവിടെ കിട്ടി. അതിനുശേഷം എനിക്ക് നാട്ടിലേക്ക് 2.5 കൊല്ലമായി. അപ്പോൾ വന്ന അച്ഛനെയും അമ്മയും എൻ്റെ വൈഫിനെയും കാണണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ വരാൻ പറ്റുന്നില്ല. അപ്പോൾ 2 ആഴ്ച മാത്രം മെയിൻ്റനൻസ് ഷട്ട് ഡൗൺ ഉള്ള കമ്പനി 3 ആഴ്ചത്തേക്ക് പെട്ടെന്ന് തന്നെ ഷട്ട് ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തു. 3 ആഴ്ച ലീവ് കമ്പനി ഇനിഷ്യേറ്റ് ചെയ്തു. ആ സമയത്ത് എൻ്റെ GLനോട് ഞാനൊരു കാര്യം പറഞ്ഞു. GL അപ്പോൾ തന്നെ പറഞ്ഞു, നീ പോയിട്ട് വാ, ഞാൻ ബാക്കി നോക്കിക്കോളാം എന്ന് പുള്ളിക്കാരനും എടുത്ത് പറയുകയും എനിക്ക് ടിക്കറ്റ് ആ സമയത്ത് ഏറ്റവും കൂടിയ റേറ്റിന് കിടക്കുന്ന സമയമാണ് ഡിസംബർ. എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ ടിക്കറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കുറഞ്ഞ ഇതിൽ ടിക്കറ്റും കിട്ടി. എല്ലാം പെട്ടെന്ന് വന്നു. എനിക്ക് വരാൻ പറ്റി. അമ്മ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ടിട്ടേ വീട്ടിലേക്ക് പോവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെ അവിടെ നിന്ന് വന്നത്. എനിക്ക് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് കിട്ടി. ഞാൻ 8 മണിക്ക് 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് വൈകിട്ട് ഞാൻ കൊച്ചിയിലിറങ്ങി. ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു എല്ലാ എൻ്റെ അനുഗ്രഹങ്ങൾക്കും മാതാവ് തന്നെയാണ്. മാതാവും തിരുക്കുമാരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ പോകുന്നത് ഈ മാസം 9-ാം തീയതി ഞാൻ തിരിച്ചു പോവും. എനിക്ക് രാത്രി 10 മണിക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്. എന്നാലാവുന്ന സഹായം എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ പാവങ്ങൾക്കൊക്കെ കൊടുക്കും. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വെച്ച് കൊണ്ടുവന്ന് പൊതിച്ചോറ് അല്ലെങ്കിൽ രാവിലത്തെ കാപ്പി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും. പിന്നെ ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങൾക്ക് തുണികൾ വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ബൈബിൾ വായിക്കും 1/2 മണിക്കൂർ. ചിലപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയാലും എന്നെ ആരാണ്ടോ തട്ടി ഉണർത്തുന്ന പോലെ എനിക്ക് തോന്നും. ചിലപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പിച്ചിപ്പൂ കൊടുക്കും. എൻ്റെ വീട്ടിൽ പിച്ചിപ്പൂ ഉണ്ട്. അപ്പോൾ അമ്മയോട് ഞാൻ പറയും, അമ്മ മുല്ലപ്പൂവിൻ്റെ മണമുള്ള ആളാണ്, അമ്മയ്ക്ക് ഞാൻ പിച്ചിപ്പൂ തരുന്നതെന്ന് പറയുമ്പം ആ സമയത്ത് എൻ്റെ വീട്ടിനകത്ത് പിച്ചിപ്പൂവിൻ്റെ മണം വരും.
എൻ്റെ മോൻ അവിടുന്ന് വിമാനം കയറിയപ്പോൾ ഞാൻ അമ്മയോട് കണ്ണിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു പ്രയാസം ഉണ്ടാവത്തെ, 23 മണിക്കൂർ വിമാനത്തെ ഇരിക്കണം, അവനെ കൊണ്ടെത്തിക്കണം. എൻ്റെ അമ്മ ഞാൻ നീലമെഴുതി വെച്ച് കത്തിച്ചപ്പം അമ്മയുടെ രൂപം, ആ ഫ്രണ്ടിരിക്കുന്ന തലകുനിച്ചിരിക്കുന്ന അമ്മയുടെ ആ രൂപം എൻ്റെ മെഴുകുതിൽ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ, അമ്മ തരുന്ന അനുഗ്രഹം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അനുഗ്രഹമായി അമ്മയെ നമുക്കാർക്കും മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാം കൂടെ അമ്മയുണ്ട്. നമ്മളെല്ലാവരും ഉറക്കെ വിളിച്ചു പോവുക, അമ്മ നമ്മുടെ കൂടെ ഉണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എൻ്റെ അപേക്ഷയാണ്, നമ്മളെല്ലാം അമ്മ സഹായിക്കും. നമ്മുടെ കണ്ണുനീര് അമ്മയുടെ മുമ്പിൽ ചെല്ലുക. എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞങ്ങളോടെല്ലാം നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണേ മാതാവേ. അവരുടെ എല്ലാം പ്രയാസങ്ങൾ എൻ്റെ അമ്മ സാധിച്ചു കൊടുക്കണേ. ഞാൻ പ്രാർത്ഥിക്കുമ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. രോഗികൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക്, കല്യാണം നടക്കാത്ത കുഞ്ഞുങ്ങൾക്ക്, പിന്നെ അച്ഛനും അമ്മയും നോക്കാത്ത മാതാപിതാക്കൾ എത്രയോ എണ്ണം, അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം അതാണ് ഞാൻ വെച്ചേക്കുന്നത്. എൻ്റെ 6ാമത്തെ നിയോഗം അതാണ് ഞാൻ വെച്ചേക്കുന്നത്. പാവങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന വെച്ചേക്കുന്നത്. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനമാണ്. കാനായിലെ കല്യാണത്തിൽ വീഞ്ഞു തീർന്നപ്പോൾ ആ കുടുംബത്തിൽ അപമാനത്തിന് അവസരം ഒഴുക്കാതെ അമ്മ ഈശോയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അവരുടെ ആവശ്യം. ഈശോ തൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അമ്മ ദാസരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്ന്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമ്മൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് അമ്മ നമ്മളോട് പറയുന്നതും, ഇതാണ് അമ്മ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നതും. അമ്മ ഓരോ കാര്യങ്ങളും സ്വന്തം കൈകളിലെടുക്കാതെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഈശോയുടെ ശക്തിയിലും അധികാരത്തിലും പൂർണ്ണ വിശ്വാസമുണ്ട്. ഈശോ നമ്മുടെ മുന്നിലും പുറകിലും എപ്പോഴും എന്നേക്കും നമ്മുടെ സാന്നിധ്യം, ഈശോയുടെ അനുഗ്രഹവും ഉടമ്പടി മക്കളുടെ കൂടെയുണ്ടെന്നാണ് ഈ ഓരോ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ മകൻ സനൂപ് കുമാർ പറഞ്ഞ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇന്ന് ഇവിടെ ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത് പ്രൊഡക്ഷൻ അസോസിയേറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇൻ കാനഡയിലെ ഒരു നല്ലൊരു ജോലി കരസ്ഥമാക്കിയതിന് ശേഷമാണ്. ഈ മകനൊരു വലിയൊരു കാര്യമുണ്ടായി. ഈ മകനൊരു വലിയൊരു ആഗ്രഹമായിരുന്നു, ബൈബിൾ വേണമെന്നൊരാഗ്രഹം. ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ സാധിച്ചില്ല. അതുപോലും ഈശോയും അമ്മയും നടത്തി കൊടുക്കുന്നതാണ് ഈ മകൻ്റെ ജീവിതത്തിൽ. ഏതോ ഒരു വഴിയിൽ എവിടെ നിന്നോ പോയപ്പോൾ റോഡിൽ ഒരു പുത്തൻ ബൈബിൾ കിടക്കുന്ന കണ്ടു. ഈ മകൻ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി നിന്നു. ആരുടെയോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ ബൈബിൾ നിനക്കുള്ളതാണ്, എടുത്തുകൊള്ളുക എന്ന്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന നേരത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്ന സമയത്താണ് നമ്മൾക്ക് തരുന്നത്. നമ്മൾ അവൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. വചനത്തിനനുസരിച്ച് ജീവിക്കുകയും ഉടമ്പടി നിബന്ധനകളനുസരിച്ച് പാലിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ കരങ്ങൾ പിടിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ്. ഈ മകന് അവിടുന്ന് വന്നപ്പോഴേ ആദ്യം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഈ മകൻ പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യം അമ്മയുടെ പ്രാർത്ഥനയിൽ, അമ്മയുടെ ഉടമ്പടിയിലാണ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു ഇൻ്റർവ്യൂവിന് പോയ സമയത്ത്. ഇന്ന് വിതിൻ ഷോർട്ട് ടൈമാണ് ഈ മകൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കും. ദൈവസാന്നിധ്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ മകൻ ഇന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അമ്മ ഈ മകന് വിശ്വാസ കൈമാറ്റം ചെയ്തു. അമ്മ ഈ മകനോടെല്ലാം ഉടമ്പടി ജീവിതത്തെപ്പറ്റി പറഞ്ഞു കൊടുത്തു. ഈ മകനും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഈ ഈശോ പറയുന്നത് ചെയ്യുവാനായിട്ട് ഈ മകനും ആഗ്രഹമുണ്ട്. അത് ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനാണ് സനൂപ് എന്ന മകനും ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവൻ പറയുക എന്ന് പറഞ്ഞതുപോലെ അമ്മ നമ്മളോട് പറഞ്ഞതുപോലെ നമ്മളും ദൈവവചനത്തിൽ ഉറച്ച് വിശ്വസിച്ച്
അതുപോലെ ഈശോ പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടാകുന്നത്. നമുക്ക് ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. സനൂപ് കുമാർ എന്ന മകനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്ദി പറയാം. പേര് സുരേഷ് ഫെലിക്സ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. കാര്യം ഇങ്ങനൊരു സാക്ഷ്യം പറയാനായിട്ടും ഇവിടെ വന്നു നിന്ന് മാതാവിൻ്റെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യം പറഞ്ഞത് എൻ്റെ സിസ്റ്ററിന് MSc നേഴ്സിങ്ങിൻ്റെ പരീക്ഷയുടെ സമയത്ത് അവൾക്കത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാമെന്ന് അമ്മ നേർന്നിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വൈഫ് 2023 മുതൽ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. എങ്കിലും എനിക്ക് അതിനകത്ത് അങ്ങനെ വലിയൊരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നു പോകും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ എന്നൊരു സംശയത്തിൽ ഞാൻ അങ്ങനെ അതിന് വലിയൊരു ഇതൊന്നും കൊടുക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ദൈവാനുഗ്രഹത്തിന് ഞാൻ പലപ്പോഴും പഠിക്കുന്ന സമയത്തും ഒക്കെ എൻ്റെ മെറിറ്റ് അല്ലായിരുന്നിട്ടും എനിക്ക് ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട്, അതുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് എനിക്ക് എല്ലാ കോഴ്സുകളാണെങ്കിലും അതുപോലെ തന്നെ ജോലി, എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നല്ല രീതിയിൽ നടന്നുപോയി. ഒരിക്കലും എൻ്റെ മെറിറ്റ് അല്ലായിരുന്നു, എല്ലാം ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് ആയിരുന്നു. അങ്ങനെ എനിക്ക് 2 പോസ്റ്റ് ഗ്രാജുവേഷനും ലോയും ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചു. എങ്കിലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് തന്നെയായിരുന്നു. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ അത്രയും നല്ലത്. കേരളത്തിൽ പല സ്ഥാപനങ്ങളിലും ഞാൻ ഗവൺമെൻറ് ജോലിക്ക് അപേക്ഷിച്ചു, പക്ഷേ അപ്പോൾ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞാനൊരു 7ഓളം പ്രൈവറ്റ് കമ്പനികൾ, 6-7 പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്തു. വിവിധ തസ്തികകളിൽ അഡ്മിനിസ്ട്രേഷൻ, HR, ലീഗൽ, എല്ലാ വകുപ്പുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്കൊരു ഗവൺമെൻറ് ജോലി അപ്പോൾ ഒന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഞാൻ ആ കിട്ടുന്നതനുസരിച്ച് അങ്ങ് പോയി. എന്തായാലും എൻ്റെ പഠിത്തവും കാര്യങ്ങളും നടക്കുന്നുണ്ട്, എനിക്ക് മാന്യമായൊരു ശമ്പളമുണ്ട്. അപ്പോൾ പിന്നെ ഓക്കെ, അങ്ങനെ അങ്ങ് പൊക്കോട്ടെന്ന് ഓർത്തു. എങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹം വീട്ടിൽ അങ്ങനെ തന്നെ പോയി. അങ്ങനെ ഇരിക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഒരു പ്രോജക്റ്റ് വന്നു. അത് കോൺട്രാക്ട് ബേസിസിലായിരുന്നു. ആ പ്രോജക്റ്റ് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് അതിനകത്തൊരു 2 വർഷത്തെ കോൺട്രാക്റ്റിനൊരു ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അത് ലഭിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവിടെയും ഫ്യൂച്ചറിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പെർമനൻറ്റ് ജോലിയൊക്കെ കിട്ടാൻ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ, ഗവൺമെൻറ് തോന്നിക്കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് നമുക്കത് അബ്സോർവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു പോസിബിലിറ്റി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പല പ്രാവശ്യം അത് പ്രാർത്ഥിച്ചു. ഞാൻ പല അവസരങ്ങളിലും പല ഹയർ പോസ്റ്റൊക്കെ വന്നപ്പോൾ ഞാൻ അപേക്ഷിച്ചിട്ടും അപ്പോഴെല്ലാം ഞാൻ റിജക്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച ഒരു പോസ്റ്റിൽ കോൺട്രാക്റ്റ് വന്നിരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ 60 വയസ്സ് വരെ അങ്ങ് പോകാൻ, പെൻഷനൊന്നും കാണത്തില്ല, ഒരു സ്റ്റാൻഡേർഡ് സ്കെയിൽ പേ കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്ര അടുത്ത് വന്നു ഇങ്ങനൊരു അവസരമൊക്കെ ദൈവം തന്നു, എന്നിട്ടും എന്തുകൊണ്ട് നമുക്കതൊരു പെർമനൻ്റായിട്ട് കിട്ടുന്നില്ല? അപ്പോൾ പലപ്പോഴും ഏവിയേഷൻ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും 10-17 വർഷം പ്രൈവറ്റിലായിരുന്നതുകൊണ്ടും അവർക്കൊരിക്കലും അത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അറിയാമല്ലോ, ഗവൺമെൻറ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അകത്ത് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞൊന്നും അയാൾക്ക് കിട്ടത്തില്ല. ഓൾ ഇന്ത്യ നോട്ടിഫിക്കേഷനാണ്, അതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം പ്രോസസ്സിൽ കൂടെ പോകണം. അപ്പോൾ അവിടെ അകത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊരു സ്പെഷ്യൽ കാര്യമൊന്നുമല്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ആ സെയിം പോസ്റ്റിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ അങ്ങനെ വരികയുണ്ടായി. പക്ഷേ ഒറ്റ വേക്കൻസി ഉള്ളപ്പം ഞാനൊരു ജനറൽ കാറ്റഗറിയാണ്, മൈനോറിറ്റി കാറ്റഗറി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് റിസർവേഷനോ ഒരു കാര്യങ്ങളും ഇല്ല. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യനും കൂടാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു ഹയർ പോസ്റ്റുകളിലോട്ടൊക്കെ എപ്പോഴും അവർ കൂടുതലൊരു നോർത്ത് ഇന്ത്യൻസിന് തന്നെ ഒരു പ്രിഫറൻസ് വരും. അത് ഓട്ടോമാറ്റിക്കലി, കാരണം അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും ഹിന്ദിയൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് എപ്പോഴും ഇൻ്റർവ്യൂവിൽ ഒരു പ്രിഫറൻസും അവർക്കേ വരത്തുള്ളൂ. അപ്പം എനിക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലേ, പ്രൈവറ്റിൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അതൊരു കാരണവശാലും എനിക്കൊരു ക്വാളിഫിക്കേഷനായി മാറത്തില്ല. എന്നിരുന്നാലും ഞാൻ മാക്സിമം പ്രാർത്ഥിച്ചു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എക്സ്റ്റേണൽ ബോർഡും അതും ഇതൊക്കെയാണ്. ഇൻ്റർവ്യൂ വളരെ പ്രയാസമായിരുന്നു, എനിക്ക് കിട്ടത്തില്ല എന്നുള്ളത് ഏകദേശം എനിക്ക് അന്ന് തന്നെ ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഏതെല്ലാം ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പലരുമായിരുന്നു ഡെപ്യൂട്ടേഷനായിട്ടോ അല്ലെ ഈ പോസ്റ്റിലേക്കോ അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായി അവരുമായിട്ട് മത്സരിച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എനിക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം ഗവൺമെൻറ് എക്സ്പീരിയൻസ് വരുമ്പം എൻ്റെ കുറഞ്ഞു പോകും. എന്നാലും ഞാനത് അപ്ലൈ ചെയ്തു. ഏകദേശമൊക്കെ ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആകാറായി. അപ്പോൾ എനിക്ക് ഏകദേശം അറിയായിരുന്നു ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരും. കാരണം ഓട്ടോമാറ്റിക്കലി ഒരു പെർമനൻറ്റ് പോസ്റ്റിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ടെമ്പററി എടുത്ത ആൾ അയാളുടെ പീരീഡ് കഴിയുമ്പോൾ അയാൾ ഇറങ്ങിപ്പോകണം. അയാൾക്ക് പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യവുമില്ല. അപ്പോൾ ആ സമയത്തും കൃപാസന ഉടമ്പടിയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, വൈഫും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ കാര്യവും എനിക്കറിയാം, അവളും അത് പാസ്സാകുകയും ചെയ്തു. അമ്മ അങ്ങനെ നേർന്നിട്ട് അവൾക്ക് പാസ്സായി.
അപ്പോൾ വൈഫും ഒക്കെ പറയുന്നുണ്ടായിരുന്നതിൽ ഞാൻ അപ്പോഴും അതത്ര വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തിരുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എങ്കിലും പിന്നെ ഞാനതങ്ങ് വിട്ടു മാറി മാറി അങ്ങ് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 9 വർഷം മുമ്പ്, ഒരു KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഞാൻ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറ്റിയൊരു പരിക്കിൻ്റെ ഭാഗമായിട്ട് ബ്ലാഡറിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വന്നു തുടങ്ങിയത് 2 വർഷം മുമ്പായിരുന്നു. 1.5 കൊല്ലം ചികിത്സയൊക്കെ ചെയ്തിട്ടും അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പിന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇടയ്ക്കാണ് അവിടെ ഡൽഹിയിൽ തന്നെ പല ടോപ്പ് കാറ്റഗറി ഓഫീസേഴ്സിനൊക്കെ ഇത് ചെയ്യുന്ന, നമ്മുടെ ചികിത്സ ചെയ്യുന്ന, ഈ മർമ്മ ചികിത്സ ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാനിടയായി. അതൊരു സിസ്റ്റർ വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഈ ചികിത്സ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലാഡർ അങ്ങ് ശരിയായേക്കും. അങ്ങനെ അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നാൽ ശരി തുടങ്ങിയേക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന്, 14 ദിവസത്തെ സമയമേ ഉള്ളൂ ഇതപ്പോൾ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആക്കിയിട്ട്, ചിലപ്പോൾ എൻ്റെ ഒരു റിസൾട്ട് വരാനുണ്ട്, അത് ഫെയിലായാൽ ഞാൻ പിന്നെ അധികാലം നിൽക്കത്തില്ല ഡൽഹിയിൽ, എനിക്ക് തിരിച്ചു പോയി ലോ പ്രാക്ടീസ് ചെയ്യുമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലോട്ടോ കയറുക എന്നുള്ളതേ ഉള്ളൂ. അന്ന് പറഞ്ഞപ്പോൾ അയാൾ 1 മിനിറ്റ് പറഞ്ഞു, ഏതായാലും നിങ്ങൾ വീട്ടിലോട്ട് വന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലോട്ട് അയാൾ കയറി വന്നു. വീട്ടിൽ കയറി വന്നിട്ട് അയാൾ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളങ്ങനെ അപേക്ഷിച്ചേക്കുക അല്ലേ, അതായത് ഇതൊക്കെ ശരി, ഇവിടെ എന്തോ ഒരു പ്രാർത്ഥനയുടെ കുറവ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തോന്നുന്നുണ്ട്. അത് എവിടെയോ ഈ ആലപ്പുഴയിൽ എങ്ങാണ്ട് ഒരു 90 ദിവസത്തെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന് കേട്ടു. അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ല. അയാൾ ഡൽഹിയിലായിട്ട് ഇതായിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു കൃപാസനത്തെക്കുറിച്ച് അത്ര വലിയ അറിവൊന്നും അദ്ദേഹത്തിനില്ല. ചുമ്മാ അത് പറഞ്ഞു. ഞാൻ അന്നേരവും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ചികിത്സയും തുടങ്ങി, റിസൾട്ടും വന്നു. ഞാൻ ഫെയിലായി, വെയിറ്റിംഗ് ലിസ്റ്റിലായിപ്പോയി. ഫസ്റ്റ് വേറെ ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിൽ നിന്നുള്ള ആൾക്ക് കിട്ടി. അപ്പം എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് അതിനകത്ത് പറ്റാത്ത തോന്നുന്നു. പിന്നെ ഞാൻ ഓർത്തതായാലും ചികിത്സ തുടങ്ങിയില്ലേ, ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മർമ്മ ചികിത്സ എന്നൊന്നും പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ശരി എന്നാൽ അങ്ങനെ തുടർന്നോട്ടെ എന്നോർത്തു. പിന്നെ അദ്ദേഹം അന്ന് രാത്രി വന്നപ്പോഴും ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്നാ വല്ലാതിരിക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ റിസൾട്ട് വന്നു, ഇനിയിപ്പം എനിക്ക് അധികം എക്സിസ്റ്റൻസ് ഇല്ല, എൻ്റെ തീരാറാവും, ഡിസംബറോടുകൂടി എൻ്റെ കോൺട്രാക്റ്റ് തീരും, ഞാൻ തിരിച്ചു പോയി. ഇനി റിന്യൂ ചെയ്താലും ഞാൻ നിൽക്കുന്നില്ല. കാരണം പെർമനൻറ്റ് പോസ്റ്റിൽ ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ പിന്നെ അതിനകത്ത് ഇരിക്കുന്നത് വലിയ കാര്യമില്ലല്ലോ. ചിലപ്പോൾ സർക്കാരിനോട് ചോദിച്ചാൽ സർക്കാർ 2 കൊല്ലം 3 കൊല്ലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരുമായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്ത്യയിൽ എവിടെയും വിടാം. 19 ബ്രാഞ്ചുകളോളം ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ എവിടെ വേണേലും വിടാം. പിന്നെ ഇനി വല്ല ബോംബെയിലോ വേറെ എന്തെങ്കിലും സൈഡിലോട്ട് വിട്ട് കഴിഞ്ഞാൽ തന്നെ ഫാമിലിയായിട്ടത് പോകാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും പെർമനൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാനെന്നാൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴയാൾ എന്നോട് ചോദിച്ചു, ഞാനെന്ന് എന്തോ ഒരു പ്രാർത്ഥന 90 ദിവസമൊക്കെ ആലപ്പുഴയിലൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ, അതൊന്ന് ചെയ്തുകൂടാൽ എന്താ അത് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു അത്ഭുതം നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരറിവില്ലാത്ത ഒരു മനുഷ്യൻ ഇതിങ്ങനെ പറയുകയും അയാൾക്ക് അപ്പോഴും കൃപാസനം എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനുമാണ് അയാൾ, ക്രിസ്ത്യാനി തന്നെയാണ്. അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനെന്നാൽ ഓർത്തു, ഏതായാലും അമ്മ ഇങ്ങനെ ഇതൊന്ന് ചെയ്തു, പെങ്ങളുടെ കാര്യത്തിലൊരു ഇതുണ്ടായി, അവൾക്കൊരു പാസ്സാകാൻ പറ്റി, പിന്നെ വൈഫും ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ പിന്നെ ഏതായാലും ഒന്ന് ചെയ്തേക്കാം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പം നഷ്ടപ്പെടാനൊന്നുമില്ല, ഇവിടുന്ന് ഇപ്പോൾ ഏതായാലും പോരുക, അടുത്തൊരു പരിപാടി നോക്കണം. അപ്പോൾ ഞാനത് പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല ഡൽഹിയിലുള്ള വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഓർഫനേജുകൾ, അങ്ങനെ വലിയ ഇതായിട്ടുള്ളതൊന്നുമല്ല, അവിടെയൊക്കെ പോയി എന്നെക്കൊണ്ടാകാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ കുറച്ചുകൂടെയൊക്കെ ജീവിത രീതികളിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. ഞാൻ കുറച്ചുകൂടെയൊക്കെ ജോലിയിലും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. കാര്യം ഇപ്പോൾ എനിക്കിനിയിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം നല്ലത്. കാരണം ഒറ്റ സൗത്ത് ഇന്ത്യനേ ഉള്ളൂ, ഓൾ ഇന്ത്യ ആ ഒരു ഓർഗനൈസേഷൻ, ഏവിയേഷൻ്റെ കീഴിലാണ്. അപ്പോൾ ഞാനായിട്ട് ഇനിയിപ്പോൾ അതിനകത്തൊരു മോശം കാണിക്കേണ്ട, അയാൾ നിന്ന് ലാസ്റ്റ് ഡേയ്സ് വരെ നന്നായിട്ട് അങ്ങ് പൊക്കോട്ടം ഓർത്ത് ഞാൻ നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ച് അതേ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പോൾ പയ്യെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഇനിയിപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും 90 ദിവസം ഈ ഉടമ്പടി നന്നായിട്ട് ചെയ്യുക. കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. 5 മണിക്ക് എണീക്കാത്ത, ഞാൻ പല കോഴ്സുകൾ പഠിച്ചപ്പോഴും ഒന്നും ഞാനൊരിക്കലും 5 മണിക്ക് എണീറ്റ് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു 5 മണിക്ക് എണീറ്റ് 5:30 ആകുമ്പോൾ എണീറ്റ് അച്ഛൻ്റെ പ്രയർ കൂടുക, പിന്നെ കുറച്ചുകൂടെ മാതാവിനെ അറിയുക, കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ, അതിപ്പോൾ എനിക്ക് നല്ല പുതുമ തോന്നി. ഓക്കെ, തീർച്ചയായിട്ടും നല്ല ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുമല്ലോ, ഏറ്റവും വലുത് അതല്ലേ. അങ്ങനെ ഞാനത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴും എനിക്ക് അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ശകലം ഇടയ്ക്ക് വിഷമം വന്നായിരുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ വെച്ചാലും റിസൾട്ട് ഡിക്ലെയർ ചെയ്തു 3 മാസത്തിനുള്ളിൽ ആൾ ജോയിൻ ചെയ്യും. അപ്പോൾ പിന്നെ ഇനിയിപ്പം അടുത്തൊരു പരിപാടി നോക്കണം, ഡിസംബർ വരെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നതിലും കാര്യമില്ല എന്നുള്ള ഞാൻ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്ന സമയത്താണ് വെറുതെ ഞാൻ അച്ഛനെന്ന ഇടയ്ക്ക് പറയുമായിരുന്നു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. വെറുതെ ഞാനൊരു ഡേറ്റ് ഇട്ടു, മെയ് 2-ാം തീയതിയിലേക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുകയാണെ അത് വലിയൊരു അത്ഭുതമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് ചുമ്മാ പറഞ്ഞു, എന്നാൽ പിന്നെ മെയ് 7 വെച്ചോ, മെയ് 7-ന് ഞാൻ പറഞ്ഞു നീ ഇട്ടോ, അപ്പോൾ അവൾ ഉടമ്പടിയിലുള്ളതല്ലേ, അതുകൊണ്ട് ശരി മെയ് 7 ഇട്ടോ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ 2 ഇട്ടോ, അവൾ മെയ് 7 ഇട്ടു.
ഏകദേശം ഞാൻ പയ്യെ പയ്യെ ഇങ്ങനെ ഈ ഓർഫനേജുകളും അങ്ങനെയുള്ള മന്ദിരങ്ങളൊക്കെ സന്ദർശിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നി പോസിറ്റീവ്ലി ഞാൻ അതിലേക്ക് കയറാൻ പോവുകയാണെന്നുള്ള ഒരു തോന്നൽ വീണ്ടും എൻ്റെ മനസ്സിൽ വരികയും ഏതാണ്ട് ഒരു ഏപ്രിൽ അവസാനം ആകാറായപ്പോഴേ ഞാൻ അതിൻ്റെ സെക്രട്ടറിയുടെ വായിൽ നിന്ന് കേട്ട ഒരു വാക്ക്, ഫസ്റ്റ് വന്ന ആളെ സംബന്ധിച്ചോളം അയാൾ എന്തോ പരസ്പര വിരുദ്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു, ഒരു പക്ഷേ ജോയിൻ ചെയ്യാൻ സാധ്യതയില്ല. കാര്യം അയാൾ എന്തൊക്കെയോ മാറി അയാൾക്ക് ബോംബെ വേണോ അവിടെ വേണോ ഇവിടെ വേണോ എന്നൊക്കെ മാറി ഗവൺമെൻറ്റിൽ തന്നെ ഇരുന്ന ആളാണ്, അങ്ങനെ മാറി പറയുന്നു. ഒരു പക്ഷേ അത് മാറി സുരേഷിലേക്ക് തന്നെ അത് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും വേണ്ടിയില്ല, അങ്ങനെ തന്നെ പോയി. അങ്ങനെ കൃത്യം മെയ് 2-ാം തീയതി ആയപ്പോഴത്തേക്കിന് ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ അവിടെ വരികയും എന്നെ നേരിട്ട് വിളിച്ച് എന്നോട് പറയുകയാണ്, ഞങ്ങൾ മാക്സിമം ഫസ്റ്റ് ആൾ വളരെ മിടുക്കനായിരുന്നു, നിങ്ങൾക്ക് സെക്കൻഡ് ആളെന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ ഭയങ്കര അന്തരമാണ് വന്നത്. 15 പേരായിരുന്നു ലക്ഷങ്ങളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 15 പേരായിരുന്നു ഇൻ്റർവ്യൂവിന് വന്നത്. അപ്പോൾ ആ 2 പേരും തമ്മിൽ ഇത്രയും അന്തരം ഉണ്ടായിട്ടും ആദ്യത്തെ ആളെ എന്തോ പ്രശ്നത്താൽ അയാൾക്ക് പറ്റുന്നില്ല, അയാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ സ്ഥാപനത്തിൽ തന്നെ ഗവൺമെൻറ്റാണ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കാണ് ചാൻസ് വരാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ ആരോടും ഒന്നും പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പോൾ എനിക്ക് തോന്നി 2-ാം തീയതി ഞാൻ വെറുതെ എഴുതിയിട്ട് 2-ാം തീയതി തന്നെ ഇത് കറക്റ്റായിട്ട് സംഭവിക്കുകയും വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ സാക്ഷ്യം പറയണമെന്ന് തീരുമാനിച്ചിരുന്നു. പിന്നീട് ഏകദേശം 7-ാം തീയതി ആയപ്പോൾ വൈഫ് ഡേറ്റ് ഇട്ടുന്ന 7-ാം തീയതി ആയിരുന്നു. 7-ാം തീയതി ആയപ്പോൾ എൻ്റെ ഓഫർ ലെറ്ററും കിട്ടി. അങ്ങനെ വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഇന്നിപ്പോൾ ഞാൻ ഡൽഹിയിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കിപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി ഞാൻ ജോലി ചെയ്തു വരുന്നു. അത് കൃപാസന മാതാവിൻ്റെ അടുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ 101% വിശ്വസിക്കുന്നു. കാരണം ഒരു കാരണവശാലും അതിനകത്ത് കിട്ടാനായിട്ടുള്ളൊരു മെറിറ്റ് ഉണ്ടായിരുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ എനിക്കത് ലഭിക്കുകയും ചെയ്തു. ഞാനതിന് പ്രത്യേകം മാതാവിനോട് നന്ദി പറയുന്നു. ഒരു യേശുവിൻ്റെ സാക്ഷിയായി എന്നും ജീവിക്കാൻ എന്നെ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ പത്രം ഡൽഹിയിലെ NCR ഏരിയയിലൊക്കെ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. ബൈബിൾ അരമണിക്കൂർ വായിക്കാൻ, കാരണം ബൈബിൾ വായിക്കുമായിരുന്നു, ചുമ്മാ അങ്ങ് എവിടുന്നേലും എടുത്ത് വായിക്കുമായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിനൊരു സുഖം. നമ്മളങ്ങനെ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല, എന്നാലും അവിടെ ചെന്ന് സന്ദർശിക്കുകയും ആൾക്കാരെ കാണുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കൊരിക്കലും വില കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല. അതൊക്കെ കൃപാസനത്തിൽ വന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നടന്നത്. അല്ലെങ്കിൽ പിന്നെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഓർഫനേജ് സന്ദർശിക്കാനൊന്നും ഞാനിതുവരെ തയ്യാറായിട്ടില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. ഇങ്ങനൊരു ഇതുകൊണ്ട് അത് TV കാണുന്ന പോലെയല്ല നേരിട്ട് എന്ന് കാണുമ്പോഴത്തേക്കിന് അതിവിടെ പലർക്കും അറിയാമായിരിക്കും, അത് ചെല്ലുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അതൊക്കെ കൃപാസനത്തിൽ വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിനെല്ലാം ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. യെശയ്യാ 12:2 ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. സുരേഷ് ഫെലിക്സ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതസാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് അറിവുള്ള മകനാണ്, വിശ്വാസമില്ലാത്ത വ്യക്തിയുമായിരുന്നു. വീട്ടിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന വ്യക്തികളുണ്ട്, എങ്കിലും ഉടമ്പടിയോട് ഹൃദയം ചേർത്ത് വെച്ച് നടക്കുന്ന രീതി സുരേഷിനില്ല എന്ന് ഏറ്റുപറയുന്നുണ്ട്. എന്നാൽ ക്വാളിഫിക്കേഷൻസ് ഒത്തിരിയുണ്ട്. എന്നാലത് അതിന് പറ്റുന്നൊരു ജോലിയിലേക്ക് എത്തിച്ചേരുവാനുള്ള പരിശ്രമങ്ങൾ നിരന്തരമായി പരാജയപ്പെടുകയും എത്തിപ്പിടിക്കുവാനാകുമെന്ന് കരുതുന്നിടത്തൊക്കെയും അവസാന നിമിഷം വഴിതുമാറി ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം അതൊരു സ്വപ്നമായി തന്നെ തുടരുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. സഹോദരൻ 2 കാര്യങ്ങൾ ഒരുമിച്ചാണ് നമ്മോട് സാക്ഷ്യപ്പെടുത്തിയത്. ഒരു ശാരീരികമായ വൈകാരികയിൽ അതിൻ്റെ ഒരു ചികിത്സയുടെ ഭാഗമായ ഒരു വ്യക്തി വന്ന് അതിൻ്റെ ചികിത്സ ചെയ്യുമ്പോൾ കൃപാസനമെന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുകയോ ചെയ്യാത്ത വ്യക്തി സുരേഷിനോട് പറയുന്നു, അത് ആലപ്പുഴയിൽ 90 ദിവസത്തെ പ്രാർത്ഥനയുടെ ഇടമുണ്ട്, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിയത്, അതിലൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, ഉപകാരമുണ്ടാകുമെന്ന്. കൃപാസനമെന്ന വാക്കുപോലും ആ സഹോദരൻ പറയുന്നില്ല. എന്നാൽ പറയുന്നത് എന്തെന്ന് സുരേഷിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴും അതിനോട് മറുതലിച്ച് അതിൻ്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് കഴിവുണ്ടല്ലോ, ഡിഗ്രി ഉണ്ടല്ലോ, ഇപ്പം തിരക്കേടില്ലാത്ത ജോലിയുണ്ടല്ലോ, വേണമെങ്കിൽ നേടാൻ പറ്റുമല്ലോ, അങ്ങനെ ചിന്തകൾ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് തൻ്റെ ജീവിതം എന്ന് സുരേഷ് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ഒരു നിർണായകമായ ഒരു അവസരത്തിൽ ഒറ്റ ഒഴിവ് മാത്രമുള്ളപ്പോൾ അവിടെ ചെന്ന് ആ ഒരു പരീക്ഷകളിൽ പങ്കുചേരുവാൻ വേണ്ടി അടുക്കുന്ന നാളുകളിൽ രണ്ടാമതൊരിക്കൽ കൂടി അതേ വ്യക്തി ആ 90 ദിവസത്തെ പ്രാർത്ഥന ചെയ്താൽ എന്ത് നഷ്ടമുണ്ടാകും എന്ന രീതിയിൽ വീണ്ടും ഇടപെടുകയാണ്.
ഇത് മാതാവിൻ്റെ ഇടപെടലാണ്. മാതാവ് എന്നും ദൂതരെ അയക്കും, സന്ദേശങ്ങൾ കൈമാറും. നമുക്ക് അമ്മയെ പരിചയമുണ്ടെങ്കിൽ, നമ്മൾ അമ്മയെ തള്ളിക്കളഞ്ഞ് നമ്മുടെ വഴിക്ക് നടന്നാൽ, നമ്മുടെ വഴിയിൽ ഒറ്റയ്ക്ക് വിടാതെ തിരികെ ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്നതുവരെയും അമ്മയുടെ സാന്നിധ്യം അനുഭവമായി നൽകിക്കൊണ്ടിരിക്കും. അതാണ് സുരേഷിനെ ആ ഒരു ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിലേക്ക് അമ്മയോടൊപ്പം ചേർന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ പങ്കുചേരുക, കാരുണ്യ പ്രവൃത്തികൾ വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടുകൂടി ചെയ്യുക, അച്ഛൻ്റെ ധ്യാനം കൂടുക, സാക്ഷ്യങ്ങൾ കേൾക്കുക, തൻ്റെ ജീവിതത്തെ തന്നെ ഒന്ന് ക്രമീകരിക്കുക, അത് ദൈവവചന പ്രകാരം ദൈവവചനത്തെ സ്നേഹത്തോടുകൂടി വായിക്കുക. തൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് സുരേഷ് പറയുന്നുണ്ട്. എനിക്കത് മാറ്റങ്ങളൊക്കെയും അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളാണ് എന്നെ കൂടുതൽ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സഹായിച്ചത്. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ, ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുമ്പോൾ തനിക്കത് കിട്ടില്ലെന്ന് ഉറപ്പാവുകയും ചെയ്തു. അത് കിട്ടില്ലെന്നറിയുമ്പോഴും വീണ്ടും അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് എന്തായാലും 90 ദിവസം പൂർത്തിയാക്കണമെന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്നത് കൃപാസനത്തിൻ്റെ പ്രത്യേകതയാണ്. ജോസഫ് അച്ഛൻ നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തി തരും. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിന് മേൽ അധികാരമുള്ളത് കൊണ്ട് ആര് അമ്മ മാതാവിൻ്റെ അരികിൽ സമയം നിശ്ചയിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതിന്മേൽ ദൈവികമായ ഇടപെടലുണ്ടാകും. സുരേഷിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം, അച്ഛൻ പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ, ഞാൻ അതുകൊണ്ടൊരു ഡേറ്റ് അങ്ങോട്ട് ഇട്ടു, മെയ് 2. അത് വിശ്വാസത്തിൻ്റെ വലിയ ഉറപ്പിലൊന്നുമല്ല, ഒരു ഡേറ്റ് ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഉടനെ ഭാര്യ പറഞ്ഞു ഞാനെങ്കിൽ 7 ഇട്ടു. അപ്പോൾ രണ്ടുപേരും 2 ഡേറ്റ് മാതാവിൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കുകയാണ്. അത് നടക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. അച്ഛനത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഡേറ്റ് ഇട്ടു. പക്ഷേ അമ്മ എങ്ങനെ നമ്മുടെ വിശ്വാസക്കുറവിനെ പോലും നമ്മുടെ ജീവിത വെളിച്ചമാക്കി മാറ്റുന്നതിന് ഇടപെടുന്നുവെന്നാണ് സഹായിക്കുന്നത്. ഏറ്റവും മിടുക്കനായത് വലിയ അന്തരമുള്ള റാങ്കുകളിൽ 1-ാമത്തെയാൾ അത് അവർക്ക് സ്വീകാര്യമാവാത്ത രീതിയിൽ സംസാരിക്കുന്നു, ഡിമാൻഡ്സ് ഏറെ വയ്ക്കുന്നു. അതുകൊണ്ട് ആ ജോലി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പുറത്താവുകയും ഒരിക്കലും കിട്ടില്ലെന്ന് സ്വയം കരുതുകയും അവർ തന്നെ പറയുകയും ചെയ്ത സുരേഷിനെ ആ സ്ഥിര നിയമനമുള്ള സർക്കാർ ജോലിയിലേക്ക് കണ്ടെത്തുകയും ചെയ്യുന്നു. അത് മെയ് 2-ാം തീയതിയും മെയ് 7-ാം തീയതിയുമായി അതിൻ്റെ നടപടിക്രമങ്ങൾ അമ്മ മാതാവ് പൂർത്തീകരിച്ച് ആ ജോലിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അമ്മയുടെ വഴികൾ നമുക്കെപ്പോഴും ദുരൂഹമാണ്. അമ്മയിൽ ആശ്രയിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ വിശ്വാസക്കുറവുകളെ പോലും അമ്മ നല്ല വിശ്വാസം കൊണ്ട് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ സംശയിച്ച് നിൽക്കുന്ന അവസരങ്ങളിൽ പോലും അമ്മ തിരുക്കുമാരനോട് നമ്മുടെ സംശയത്തെ ദൂരീകരിക്കും വിധം അനുഭവങ്ങളായി കൂടെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ഒന്ന് ചുവടുവയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ നാം പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിന്മേൽ അധികാരം ഏറ്റെടുത്തുകൊണ്ട്, ഉടമസ്ഥത ഏറ്റെടുത്തുകൊണ്ട് ഏത് ഗുരുക്കും ഏത് നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളും എത്ര കണ്ട് നമുക്ക് കിട്ടാത്ത അവസരങ്ങളും നമുക്ക് വേണ്ടി പിടിച്ചു വാങ്ങി, അർഹതയുള്ളിടത്തു നിന്ന് പോലും നമുക്ക് വേണ്ടി പിടിച്ചു വാങ്ങി പ്രത്യേക സ്നേഹത്തോടു കൂടി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് സുരേഷ് എൽത്താരയിൽ പങ്കുവെച്ചത്. ഈ മകന് ലഭിച്ച വിശ്വാസ വെളിച്ചത്തിന്, ഈ ജോലിക്ക് മകൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് ഓരോന്നും അമ്മ ഒപ്പിട്ടുകൊടുത്ത് അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.